Hello all, welcome to a session on thermodynamics. So this session ഒരു tutorial session ആണ്. അപ്പോൾ thermodynamicsലെ കുറച്ച് important principles നമ്മൾ റിവൈസ് ചെയ്യും. പിന്നെ ആ പ്രിൻസിപ്പിൾസ് വെച്ച് കുറച്ച് MCQs സോൾവ് ചെയ്യാൻ പോവാണ്. സോ ഇപ്പം ബേസിക് ആയിട്ടുള്ള തെർമോഡൈനാമിക് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പഴയ മുമ്പുള്ള ലെക്ചർ വീഡിയോസൊക്കെ എടുത്ത് കണ്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, മൂവിങ് ഫോർവേഡ്. സോ വാട്ട് ആർ ദി ടോപ്പിക്സ് വിച്ച് ഈ ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ പറയാൻ പോകുന്നത്. സോ തെർമോഡൈനാമിക്സ് ബേസിക് കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽസ് ആൻഡ് ഡെഫിനിഷൻ, വേരിയസ് സിസ്റ്റംസ്, പ്രോപ്പർട്ടീസ്, ദെൻ ദി ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്, പിന്നെ എൻട്രോപ്പി, Carnot principle, Clausius inequality, entropy and reversibility, third law. പിന്നെ thermodynamic property of pure fluids, പുതിയ properties like Gibbs free energy, work function, Gibbs-Helmholtz equation, methods of Jacobian, etc. പിന്നെ Joule-Thomson expansion coefficient, then liquefaction process and thermodynamic diagrams. സോ ആദ്യം ഒരു വളരെ ക്വിക്ക് ആയിട്ടുള്ള റീക്യാപ്പ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓഫ് ഓൾ ദി കണ്ടന്റ് ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്സിൻ്റെ ഒക്കെ. സോ എന്താണ് തെർമോഡൈനാമിക്സ്? തെർമോസ് ലാറ്റിൻ വേർഡിൽ നിന്നാണ്. തെർമോസ് മീൻസ് ഹീറ്റ് ആൻഡ് ഡൈനാമിക്സ് മീൻസ് ട്രാൻസ്ഫർ. അപ്പോൾ ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ കാരണം ഉണ്ടാകുന്ന എഫക്ട്സിനെ സ്റ്റഡി ചെയ്യുന്നതാണ് തെർമോഡൈനാമിക്സ്. The laws of thermodynamics describe how the energy in a system changes and whether the system can perform useful work on its surrounding. അപ്പോൾ അതാണ് ബേസിക് കാര്യം. ഒരു സിസ്റ്റത്തിന് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മെഷർ ചെയ്യുകയാണ്. പിന്നെ എന്താണ് ഈ സിസ്റ്റവും സറൗണ്ടിങ് എന്നുള്ളതാണ്. എ സ്പെസിഫൈഡ് പോർഷൻ ഓഫ് ദി യൂണിവേഴ്സ് കണ്ടെയ്നിങ് എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓർ എമൗണ്ട് ഓഫ് എ സ്പെസിഫിക് സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ലാർജ് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ലാർജ് യൂണിവേഴ്സിറ്റി ഒരു പർട്ടിക്കുലർ പോർഷൻ എടുത്തിട്ട് അവിടുത്തെ തെർമോഡൈനാമിക് അനാലിസിസ് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ പോർഷനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് എ ഡെഫിനിറ്റ് ബൗണ്ടറി, അതിനൊരു ബൗണ്ടറി ഉണ്ടാവും. ദെൻ റിമൈനിങ് പാർട്ട്, അപ്പോൾ നമ്മുടെ സിസ്റ്റം, അതിൻ്റെ ബൗണ്ടറി, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ സറൗണ്ടിങ്സ് എന്ന് വിളിക്കുന്നു. പിന്നെ സിസ്റ്റംസ് പല ടൈപ്പ് ഉണ്ട്, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ അതിൽ ഒരു ടൈപ്പ് ഓഫ് പാർട്ടിക്കിളേ ഉണ്ടാവും. ഇപ്പോൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളം എടുത്താൽ അതിൽ വാട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. സപ്പോസ് വി ആർ ടേക്കിംഗ് എ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് സോയിൽ, അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെട്രോജീനിയസ്. അല്ലെങ്കിൽ വാട്ടറും വാട്ടർ വേപ്പർ, ഒരു ബബിളായിട്ടുള്ളൊരു മിക്സ്ചർ എടുക്കാം. ദെൻ സിസ്റ്റം, അതിൽ അടുത്ത ടൈപ്പാണ് ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം ഈസ് ഓപ്പൺ ഫോർ ബോത്ത് ഹീറ്റ് എനർജി ആൻഡ് മാസ് ട്രാൻസ്ഫർ, എല്ലാം ഓപ്പൺ ആണ്. ക്ലോസ്ഡിൽ എനർജി ട്രാൻസ്ഫർ നടക്കും, ബട്ട് ദർ ഇസ് നോ മാസ് ട്രാൻസ്ഫർ. ഇൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് മാസ് ആസ് വെൽ ആസ് എനർജി. അഡയാബാറ്റിക്കലി നോ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല, ഇറ്റ് വിൽ ബി ഇൻസുലേറ്റഡ്. അതാണ് അഡയാബാറ്റിക് സിസ്റ്റം. പിന്നെ എന്താണ് ഫേസ് എന്നുള്ളതാണ്. ഫേസ് നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഡിസ്കഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഫേസ് is the quantity of matter which is uniform throughout in the physical state and chemical composition is called a phase. അപ്പോൾ ഒരു മാറ്ററിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് എന്ത് ഫേസ്. അതിന് ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ സ്റ്റേറ്റും കെമിക്കൽ കമ്പോസിഷനും ഉണ്ടാവും. ഇപ്പം വാട്ടർ എടുക്കുകയാണെങ്കിൽ വാട്ടർ ഈസ് വൺ ഫേസ്. കാരണം എന്താ, അതിനൊരു ഫിസിക്കൽ സ്റ്റേറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ലിക്വിഡ് സ്റ്റേറ്റ്, ആൻഡ് കെമിക്കൽ കമ്പോസിഷൻ ഉണ്ട്. പ്യുവർ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ വാട്ടർ മോളിക്യൂൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഐസ്, വാട്ടറിൻ്റെ തന്നെ വേറൊരു ഫേസാണ് ഐസ്. ഐസ് ഈസ് അനദർ ഫേസ്. ദെൻ സ്റ്റഡി സ്റ്റേറ്റ് എന്താണ്? തെർമോഡൈനാമിക്സിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് സ്റ്റഡി സ്റ്റേറ്റ് എന്താണെന്നുള്ളത്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ദി പ്രോപ്പർട്ടീസ് സച്ച് എസ് ടെമ്പറേച്ചർ, പ്രഷർ അറ്റ് എ സ്പെസിഫൈഡ് ലൊക്കേഷൻ ഇൻ ദി സിസ്റ്റം ഡു നോട്ട് വേരി വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് നമ്മുടെ ഡോ/dt അല്ലെങ്കിൽ d/dt ഡെറിവേറ്റീവ്സ് എല്ലാം 0 ആവും. ദർ ഈസ് നോ വേരിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് അറ്റ് എ സ്പെസിഫൈഡ് ലൊക്കേഷൻ. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പ്രോപ്പർട്ടീസിന് വേരിയേഷൻ ഇല്ല.
ദെൻ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം, അതും നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ് ഇസ് ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, കമ്പോസിഷൻ ഇവ നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ വി ആർ ഫിക്സിങ് ദി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഇപ്പോൾ സെയിം വാട്ടറിൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഇപ്പം 10 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ പറയുകയാണ്. അപ്പം 10 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ഡിഫൈനിങ് ദി സ്റ്റേറ്റ് ഓഫ് ദാറ്റ് സിസ്റ്റം. ഇനി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പ്രോപ്പർട്ടീസ് വിച്ച് ഡിഫൈൻ ദി സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം, അതിനെയാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ PV = nRT, ഐഡിയൽ ഗ്യാസ് ലോ ഒക്കെ ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ് ആണ്. തെർമോഡൈനാമിക് ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ്. പിന്നെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി പോയിന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പാത്ത്. പോയിന്റ് ഫംഗ്ഷൻ പറഞ്ഞ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ കണ്ടീഷൻ. പോയിന്റ് 1ഉം പോയിന്റ് 2ഉം മാത്രം ഡിപ്പെൻഡ് ചെയ്യും. And the path of how it was achieved is not important. Extensive, dependent on the mass of the system. Intensive, independent of the mass. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സസ് ആണ്. ഐസോതെർമൽ പ്രോസസ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പം ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ് ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് 0. അപ്പം ΔT ആണ് 0. ടെമ്പറേച്ചർ നോട്ട് ഈക്വൽ ടു 0 ആണ്. ΔT, ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇസ് 0. അഡയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ചേഞ്ച്, അതായത് ΔQ = 0. സിസ്റ്റത്തിനകത്ത് ഹീറ്റ് ഉണ്ട്, ക്യൂവിൻ്റെ വാല്യൂ 0 അല്ല, പക്ഷേ സിസ്റ്റത്തിനകത്തുനിന്ന് വെളിയിലോട്ടോ വെളിയിൽ നിന്ന് അകത്തോട്ടോ ഹീറ്റിന് പോകാൻ പറ്റില്ല. ദെൻ ഐസോബാറിക്, ദി പ്രഷർ ഇസ് എ കോൺസ്റ്റൻറ്റ് ഓർ ΔP, എല്ലാം ഡെൽറ്റയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ 0 അല്ല, ദി ചേഞ്ച് ഇൻ പ്രഷർ 0. ദെൻ ഐസോകോറിക്, ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഓർ ΔV = 0. ചേഞ്ച് ഇൻ വോളിയം ഉണ്ടാവില്ല. ദെൻ ദി ലാസ്റ്റ് ഇസ് എ സൈക്ലിക് പ്രോസസ്സ്. അപ്പോൾ സൈക്ലിക് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഒരു സിസ്റ്റം സ്റ്റേറ്റ് 1-ലുണ്ട്, അതിനെ നമ്മൾ സ്റ്റേറ്റ് 2-ലേക്ക് എത്തിച്ചു. സോ ഫ്രം 1 to 2 നമ്മൾ അതിനെ എത്തിച്ചു. ദെൻ സം അതർ പ്രോസസ്സ് ചെയ്ത് 2-ൽ നിന്ന് നമ്മൾ തിരിച്ചതിനെ 1-ലേക്കും എത്തിച്ചു. ഓക്കെ, സോ ദാറ്റ് കംപ്ലീറ്റ്സ് എ സൈക്കിൾ. അല്ലെങ്കിൽ തുടങ്ങിയ സ്റ്റേറ്റിൽ തന്നെ തിരിച്ചെത്തുന്നു. സോ ദാറ്റ് ഇറ്റ് മേക്സ് ഇറ്റ് എ സൈക്ലിക് പ്രോസസ്സ്. പിന്നെ അടുത്തതാണ് എനർജി. എന്തൊക്കെ എനർജി ഉണ്ട് തെർമോഡൈനാമിക്സ്? ഒബ്വിയസ്ലി കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി മോഷൻ ആൻഡ് ഡ്യൂ ടു ദി ഹൈറ്റ് കാരണം. നെക്സ്റ്റ് ഇസ് ഫ്ലോ ഓർ pressure energy, it is called as the PV energy, which is simply the product of pressure and volume. അപ്പം PV എന്ന് വെച്ചാൽ ഫ്ലോ അല്ലെങ്കിൽ പ്രഷർ എനർജി എന്നാണ് വിളിക്കുന്നത്. Then internal energy, it is the energy by virtue of its microscopic movement or position. അതാണ് internal energy. അത് മോളിക്യൂൾസിൻ്റെ എനർജിയാണ്, നോട്ട് ബിക്കോസ് ഓഫ് ദി മൈക്രോസ്കോപ്പിക് മൂവ്മെൻറ്റ്. അതായത് ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈ ഇൻറ്റേർണൽ എനർജിയെ ബാധിക്കില്ല. ദെൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണെന്നാണ്. അപ്പോൾ എ സിസ്റ്റം ഇസ് സെഡ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ഇഫ് ദി പ്രോപ്പർട്ടീസ് like temperature, pressure, density are uniform throughout the system and they do not undergo any change with time. അപ്പോൾ അവർ യൂണിഫോം ആണ്, അതായത് വിത്ത് ലൊക്കേഷൻ നോ ചേഞ്ച് വിത്ത് ലൊക്കേഷൻ ആൻഡ് ടൈം. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ ടി എല്ലാം ഒന്നിനും ചേഞ്ച് ഇല്ല, അവിടെ എല്ലാം 0 ആണ്. ദാറ്റ് ഇസ് ദി കണ്ടീഷൻ ഫോർ എ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. പിന്നെ ദി ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. 3 ഇക്വിലിബ്രിയം ചേരുന്നതാണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. ആദ്യത്തേത് ദി ഇക്വാളിറ്റി ഓഫ് ടെമ്പറേച്ചർ. ഇപ്പോൾ 2 ടെമ്പറേച്ചർ T1 = T2 ആണെങ്കിൽ വി ക്യാൻ കോൾ ദി സിസ്റ്റം ഇസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഇക്വാളിറ്റി ഓഫ് പ്രഷർ, അതിനെ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നു. പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫോഴ്സസ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്തെങ്കിലുമൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ മസ്റ്റ് ബി ബാലൻസ്ഡ് ഔട്ട്. സോ അതാണ് പ്രഷർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ഫൈനലി കെമിക്കൽ പൊട്ടൻഷ്യൽ, ഇക്വാളിറ്റി ഓഫ് കെമിക്കൽ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ അതിനെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. കോമ്പോസിഷൻ അങ്ങനത്തെ ആസ്പെക്ട്സ് ഒക്കെ വേരി ചെയ്യുന്നതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പം ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഇൻ തെർമൽ, മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ. ഈ 3 എണ്ണം ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇറ്റ് വിൽ ബി ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. പിന്നെ ദർ ആർ 2 പ്രോസസ്സസ്, അതർ 2 റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും. റിവേഴ്സിബിൾ നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ദി പ്രോസസ്സസ് വിച്ച് വി ക്യാൻ റിവേഴ്സ് ദി എഫക്ട്, ഇറ്റ് ഈസ് കോൾഡ് എസ് ദി റിവേഴ്സിബിൾ പ്രോസസ്. ആൻഡ് ഇറിവേഴ്സിബിൾ വിച്ച് ആർ നോട്ട് റിവേഴ്സിബിൾ, അതിനെയാണ് ഇറിവേഴ്സിബിൾ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടക്കുകയാണ്. സേ ദിസ് ഇസ് ദി പ്രോസസ്സ്, ഇതൊരു പ്രോസസ്സാണ് PV ഡയഗ്രത്തിൽ. ഇപ്പോൾ 1-ൽ നിന്ന് നമ്മൾ 2-ലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇതിനെ റിവേഴ്സിബിൾ വിളിക്കണമെങ്കിൽ അതിൽ ഓരോ സ്റ്റേറ്റിലും ഇറ്റ് മസ്റ്റ് ബി റിവേഴ്സിബിൾ.
അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ഇൻഫിനിറ്റെസിമലി സ്മോൾ സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അപ്പം 1 നിന്ന് 1.1 അങ്ങനെ ചെറുതായിട്ട് കൊണ്ടുപോയി ഓരോന്നും റിവേഴ്സിബിൾ ആയിരിക്കും. അപ്പം ദാറ്റ് ഈസ് ദി ഐഡിയ ഓഫ് റിവേഴ്സിബിലിറ്റി. ഇറിവേഴ്സിബിൾ അതല്ല. പിന്നെ റിവേഴ്സിബിൾ വർക്ക് ഓഫ് എക്സ്പാൻഷൻ, വർക്ക് ഡൺ ഇസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അത് പണ്ടേ പഠിച്ചതാണ്. വർക്ക് ഇസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. DW ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു DL. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് നമ്മൾ പ്രഷറാണ് കൊടുക്കുന്നത്. DL ലെങ്ത് ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ചേഞ്ച് ഇൻ വോളിയം ആണ്, PdV. ഇനി സൈൻ കൺവെൻഷനാണ് ഫോർ വർക്ക് ആൻഡ് ഹീറ്റ്. അപ്പം വർക്കിൻ്റെ നൊട്ടേഷൻ W ആണെന്ന് പഠിച്ചു. W സ്റ്റാൻഡ്സ് ഫോർ വർക്ക് ആൻഡ് Q സ്റ്റാൻഡ്സ് ഫോർ ഹീറ്റ് എനർജി. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കേസ് വെൻ W ഈസ് പോസിറ്റീവ്. എപ്പോഴാണ് W പോസിറ്റീവ്? വെൻ ദി സിസ്റ്റം ഈസ് ഡൂയിങ് വർക്ക്. സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് W പോസിറ്റീവ് എന്ന് പറയാം. ദി സിസ്റ്റം ലൂസസ് എനർജി ആസ് വർക്ക്. ഓക്കെ. അപ്പം ഇതാണ് സ്റ്റാൻഡേർഡ് സൈൻ കൺവെൻഷൻ. ആൻഡ് ഇഫ് ദി സിസ്റ്റം ഗെയിൻസ് എനർജി ആസ് വർക്ക് then W is നെഗറ്റീവ്. അപ്പോൾ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ W പോസിറ്റീവും, ഒരു സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ W നെഗറ്റീവ്. ഇപ്പോൾ ഒരു സിസ്റ്റം തനിയെ എക്സ്പാൻഡ് ചെയ്യാണ് ഫ്രം സ്റ്റേറ്റ് 1 ടു സ്റ്റേറ്റ് 2. സോ ദി സിസ്റ്റം ഈസ് ഡൂയിങ് വർക്ക്, സോ വി ക്യാൻ കോൾ ദി W as പോസിറ്റീവ്. ഓൺ ദി അതർ ഹാൻഡ് നമ്മളൊരു സിസ്റ്റത്തെ കംപ്രസ് ചെയ്യാണ് ബലം പ്രയോഗിച്ച്. ഇൻ ദാറ്റ് കേസ് ദി സിസ്റ്റം ഈസ് ഗെയിനിങ് വർക്ക്, സോ W വിൽ ബി നെഗറ്റീവ്. നെക്സ്റ്റ് ഇസ് Q സിമ്പിൾ ആണ്. ഹീറ്റ് ഗെയിൻഡ് ബൈ ദി സിസ്റ്റം ഇസ് പോസിറ്റീവ്, ഹീറ്റ് ലോസ്റ്റ് ബൈ ദി സിസ്റ്റം ഇസ് നെഗറ്റീവ്. അപ്പം സിസ്റ്റം ചൂടിൻ്റെ ഫോമിൽ എനർജി കിട്ടിയാൽ അത് പോസിറ്റീവും, എനർജി നഷ്ടപ്പെട്ടാൽ Q നെഗറ്റീവുമായിട്ട് എടുക്കാം. അപ്പം ഇനി അതിൻ്റെ മീനിങ് ആണ്, ഇഫ് Q ഇസ് ഈക്വൽ ടു 500 എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് Qൻ്റെ സൈൻ പോസിറ്റീവ് ആണ്. ഇറ്റ് മീൻസ് ദി സിസ്റ്റം ഗെയിൻഡ് അല്ലെങ്കിൽ അബ്സോർബ്ഡ് ദാറ്റ് മച്ച് എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി Qൻ്റെ സൈൻ നെഗറ്റീവാണ്. Q ഈസ് -400 എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ 400 കിലോ ജൂൾ എനർജി റിമൂവ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വർക്ക് W ഈസ് 300. അതായത് വർക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായതിനർത്ഥം? ദി സിസ്റ്റം ഈസ് ഡൂയിങ് വർക്ക്. അതായത് ആ സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സം കൈൻഡ് ഓഫ് വർക്ക് ദി സിസ്റ്റം ഈസ് ഡൂയിങ് ആൻഡ് ഇറ്റ് ഈസ് ലൂസിങ് എനർജി ആസ് വർക്ക്. അപ്പം വർക്ക് പോസിറ്റീവാണ്. അഗെയിൻ ലാസ്റ്റ് കേസ് W നെഗറ്റീവ് ആയിട്ടുള്ളത് when W is equal to -450 എന്ന് പറയുകയാണെങ്കിൽ ദി സിസ്റ്റത്തിൽ അത്രയും വർക്ക് നമ്മൾ സിസ്റ്റത്തിൽ ചെയ്താൽ മാത്രമേ there will be a gain of energy, that is നെഗറ്റീവ്. അപ്പോൾ അതാണ് 4 കേസസ് വേർ Q പോസിറ്റീവ് നെഗറ്റീവും W പോസിറ്റീവ് നെഗറ്റീവും. ഇനി ടെമ്പറേച്ചർ എന്താണ്? ദി ടെമ്പറേച്ചർ ഇസ് ദി തെർമൽ സ്റ്റേറ്റ് ഓഫ് എ ബോഡി. അതാണ് സിമ്പിൾ ഡെഫിനേഷൻ ഓഫ് ടെമ്പറേച്ചർ, ദി തെർമൽ സ്റ്റേറ്റ് ഓഫ് എ ബോഡി. അപ്പം എല്ലാ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസും മെഷർ ചെയ്യാൻ നമ്മളെ എനേബിൾ ചെയ്യുന്ന ലോ ആണ് ദി 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റും സെക്കൻഡും ലോ ഉണ്ടായതിന് ശേഷമാണ് 0th ലോ കണ്ടുപിടിച്ചത്. സോ അതുകൊണ്ടാണ് 0th എന്ന് പേരിട്ടിരിക്കുന്നത്. സോ ഇഫ് എ ബോഡി എയും സിയും ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ബൈ ഡിഫോൾട്ട് എന്താവണം? എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാകണം. അതാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇറ്റ് വാസ് ഫോർമുലേറ്റഡ് ബൈ R.H. ഫൗളർ ഇൻ 1931. അപ്പോൾ അത് ഒരു ഹോട്ട് ബോഡിയും കോൾഡ് ബോഡിയും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലോ ആണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ എല്ലാം പോസ്റ്റുലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ദർ ഇസ് നോ മാത്തമാറ്റിക്കൽ പ്രൂഫ്. പക്ഷേ അവർ ഇതുവരെ ഒരു എക്സ്പെരിമെൻറ്റും തെറ്റാണെന്ന് തെളിയിച്ചിട്ടില്ല. സോ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി. ഫസ്റ്റ് ലോയുടെ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് അറിയാലോ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അതാണ് ഫസ്റ്റ് ലോ. അതിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് പറയുന്നത്. ദി എനർജി ഓഫ് ദി സിസ്റ്റം മസ്റ്റ് റിമെയിൻ എ കോൺസ്റ്റൻറ്റ്, ഗെയിൻ ഓർ ലൂസ് മസ്റ്റ് ബി ഇക്വലൻ്റ് ആയിരിക്കണം, ദി എനർജി ഓഫ് ദി യൂണിവേഴ്സ് ഇസ് കൺസേർവ്ഡ്. യൂണിവേഴ്സിൽ മാറ്റമൊന്നും പാടില്ല. അപ്പോൾ സിസ്റ്റത്തിൽ നിന്ന് എനർജി പോകാം, അതെവിടെ എത്തണം? സറൗണ്ടിങ്ങിൽ എത്തണം. സറൗണ്ടിങ്ങിന് എനർജി നഷ്ടപ്പെട്ടാൽ അത് സിസ്റ്റത്തിലും എത്തണം. ഇത്രയാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ലോയുടെ വേറെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. there is no theoretical proof but experimental evidences have confirmed the validity. അപ്പം if Q is the amount of heat transferred to the system
ആൻഡ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സർവ്ഡ് ഓർ ടേക്കൺ അപ്പ്. അപ്പോൾ അത് പോസിറ്റീവാണെന്ന് നമുക്ക് മനസ്സിലായി. ക്യൂ സിസ്റ്റത്തിന് കിട്ടുന്നതാണ്. ആൻഡ് ഡബ്ല്യു ഇസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ഓൺ ദി സറൗണ്ടിങ്സ്. ദെൻ ദി നെറ്റ് ട്രാൻസ്ഫർ ഓഫ് എനർജി. അപ്പം ക്യൂ വർക്ക് സിസ്റ്റത്തിന് കിട്ടി, ഡബ്ല്യു വർക്ക് സിസ്റ്റം ചെയ്തു. അപ്പോൾ എന്തായിരിക്കണം? അപ്പം ബാക്കി എനർജിയാണ് മൈനസ് ക്യൂ മൈനസ് ഡബ്ല്യു ഇസ് ദി എനർജി വിച്ച് ഇസ് ലെഫ്റ്റ് ഇൻ ദി സിസ്റ്റം. അതിനെയാണ് നമ്മൾ ദി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആയിട്ട് എടുക്കുന്നത്. ദി നെറ്റ് ഗെയിൻ ഓഫ് എനർജി ബൈ ദി സിസ്റ്റം ഇസ് ക്യൂ മൈനസ് ഡബ്ല്യു ആൻഡ് ദാറ്റ് ഇസ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം. ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് നോൺ ഫ്ലോ, അതായത് അവിടെ മറ്റ് ഫ്ലോ ഓഫ് ദി ഫ്ലൂയിഡ്, പൈപ്പ് ഫ്ലോ, അങ്ങനെ കംപ്രസർ, പമ്പ്, മോട്ടർ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇല്ല. പിന്നെ അടുത്തത് എൻതാൽപ്പി. എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി, സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്താ ഫ്ലോ എനർജി എന്ന് വിളിച്ചു. ദെൻ ദി ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് അത്. Then H is same as energy, state function ആണ്, and it is an extensive property. പിന്നെ കുറച്ച് ജനറൽ ഇക്വേഷൻസ്. ഫോർ എ റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് du is equal to cv dt. ദെൻ കോൺസ്റ്റന്റ് പ്രഷറിൽ w is equal to p delta v, അല്ലെങ്കിൽ p into v2 minus v1. ഫോർ ഐസോതെർമൽ പ്രോസസ് w is equal to RT ln v2 by. ഇതൊക്കെ നേരത്തെ പഠിച്ചതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. Then for adiabatic compression, Tv raised to gamma minus 1 is a constant, Pv raised to gamma. Gamma എന്താ? Gamma is Cp by Cv, the ratio of specific heats. Then ഇനി ഫ്ലോ പ്രോസസ്സിനാണെങ്കിൽ ഫസ്റ്റ് ലോ എങ്ങനെ മാറ്റി എഴുതാനാണ്. അപ്പം ഡെൽറ്റ എച്ച് വരും, ഹാഫ് യു സ്ക്വയർ, ദിസ് ഇസ് ദി കൈനറ്റിക് എനർജി, Gz is the potential energy, Q is the heat or energy gained, Ws is the shaft work. ഒരു മോട്ടർ, പമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷാഫ്റ്റ് വർക്ക് വരും അവിടെ. അപ്പം ദിസ് ഇസ് ദി ഫസ്റ്റ് ലോ ഫോർ എ ഫ്ലോ സിസ്റ്റം. ഫ്ലോ അല്ലെങ്കിൽ ഒഴുക്കുള്ളൊരു സിസ്റ്റത്തിനാണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് ലൈക്ക് വർക്ക് പ്രൊഡ്യൂസിങ് സിസ്റ്റം, ഹീറ്റ് എഞ്ചിൻ, ടർബൈൻ. ഇതിൻ്റെയൊക്കെ എനർജി ബാലൻസ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ലോ ഉപയോഗിക്കാം. ഹീറ്റ് എഞ്ചിൻസ് ആൻഡ് ടർബൈൻസ്. ദെൻ അടുത്തത് വർക്ക് കൺസ്യൂമിങ് സിസ്റ്റംസ് ലൈക്ക് പമ്പ്സ്, കംപ്രസേഴ്സ് ആൻഡ് റെഫ്രിജറേറ്റർ. അപ്പം അതൊക്കെ വർക്ക് കൺസ്യൂമിങ് ആണ് പമ്പിൽ ഒക്കെ ഉള്ളത്. ദെൻ നെയ്തർ വർക്ക് കൺസ്യൂമിങ് ഓർ വർക്ക് പ്രൊഡ്യൂസിങ്, അതായത് നോട്ട്സൽസ്, ഹീറ്റ് എക്സ്ചേഞ്ചസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇവിടെ എല്ലാം ഫസ്റ്റ് ലോ ആപ്ലിക്കബിൾ ആണ്. ഇനി ഇതാ നേരത്തെ പറഞ്ഞ പ്രോസസ്സിൻ്റെയാണ്, അതിനെ പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സെഷൻ എക്സ്പാൻഷൻ സെഷനിൽ എടുത്താൽ വെൻ n is equal to Pv raised to n is a constant, അതാണ് പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ ജനറൽ ഫോം. അപ്പം വെൻ n is equal to 0 എന്തായിരിക്കും? പ്രഷർ ഇസ് എ കോൺസ്റ്റന്റ്, ഐസോബാറിക് എന്ന് നമുക്ക് വിളിക്കാം. വെൻ n is equal to 1 ഐസോതെർമൽ ആകും, Pv is a constant. Then when n is equal to gamma, ഇവിടെ ആർന്ന് ഉദ്ദേശിച്ചത് ഗാമയാണ്. ഗാമ Pv raised to gamma is a constant, അപ്പോൾ ഇത് അഡയാബാറ്റിക്. ദെൻ വെൻ n is equal to ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ആണെങ്കിൽ എന്താ? ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു വോളിയം ആക്സിസ്, അപ്പോൾ ഇത് ഐസോകോറിക്. അപ്പോൾ n is equal to 0 ഐസോബാറിക്, n equal to 1 ഐസോതെർമൽ, n is equal to gamma അഡയാബാറ്റിക്, n is equal to ഇൻഫിനിറ്റി ഐസോകോറിക്. പിന്നെ ഫസ്റ്റ് ലോയുടെ കുറച്ച് ലിമിറ്റേഷൻസ് ആണ്. ഇറ്റ് കൺസിഡേഴ്സ് ഓൾ ഫോം ഓഫ് എനർജി ആസ് ഇക്വലൻ്റ്, അതായത് ഹീറ്റ് എനർജി ഉണ്ട്, ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി, അങ്ങനെ പല ഫോംസ് ഓഫ് എനർജി ഉണ്ട്, അതെല്ലാം ഒറ്റൊരു ഫോമായിട്ടേ ഇത് കൺസിഡർ ചെയ്യൂ. പിന്നെ ഓൾ പ്രോസസ്സസ് ആർ നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. then it do not provide any information on the feasibility of the process. ഒരു പ്രോസസ്സ് നടക്കോ ഇല്ല ഇതിനെക്കുറിച്ച് നമുക്കൊരു ഡാറ്റയും ഫസ്റ്റ് ലോ തരുന്നില്ല. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് സെക്കൻഡ് ലോ വന്നത്. to predict the feasibility, how far or the extent of the reaction, then the operating condition. ഇത് മൂന്നും കണ്ടുപിടിക്കാൻ നമുക്ക് സെക്കൻഡ് ലോ ഉപയോഗിക്കാം. പിന്നെ അതിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട് സെക്കൻഡ് ലോയ്ക്ക്, അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഡിവൈസ് ഓപ്പറേറ്റിംഗ് ഇൻ എ സൈക്കിൾ വിച്ച് വിൽ പ്രൊഡ്യൂസ് നോ എഫക്റ്റ് അതർ ദാൻ ദി ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ ലോ ടെമ്പറേച്ചർ ടു എ ഹൈ ടെമ്പറേച്ചർ ബോഡി. പിന്നെ കെൽവിൻ പ്ലാങ്കോ ഏകദേശം അത് തന്നെ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ടേക്ക് ഹീറ്റ് ഫ്രം എ ഹോട്ട് റിസർവോയർ ആൻഡ് കൺവേർട്ട് ഇറ്റ് കംപ്ലീറ്റ്ലി ടു വർക്ക് വിത്തൗട്ട് ലൂസിങ് ഇറ്റ് ഇൻറ്റു ഇൻറ്റു കോൾഡ് റിസർവോയർ. അതായത് ഒരു ഫോം ഓഫ് എനർജി ഒന്നിൽ നിന്നും മറ്റതിലേക്ക് പോകുമ്പം ദെയർ വിൽ ബി എ ലോസ്, എപ്പോഴായാലും അവിടെ കുറച്ച് എനർജി ലോസ് ആകും എന്നാണ് പറയുന്നത്.
It is impossible to transfer heat from a cold body to a hot body without the aid of external work. അങ്ങനെ പലതുണ്ട്. All natural or spontaneous processes are not thermodynamically reversible, or natural or spontaneous process can be made to do work, but the maximum work is the resulting from a reversible process. പല സ്റ്റേറ്റ്മെൻറ്റ്സ് ആണത്. ഇനി സെക്കൻഡ് ലോയുടെ റിസൾട്ടാണ് എൻട്രോപ്പി. അപ്പോൾ എൻട്രോപ്പി ഇസ് എ സ്റ്റേറ്റ് ഫങ്ഷൻ ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ. എൻട്രോപ്പിയുടെ ജനറൽ ഇക്വേഷനാണ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2 dq റിവേഴ്സിബിൾ ബൈ ടി. ഇത് നമ്മുടെ ക്ലോഷ്യസ് ഇനിക്വാളിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ടാണ് ആസ് എ എക്സ്റ്റെൻഡഡ് ഫോം ഓഫ് ദി സെക്കൻഡ് ലോ. അപ്പോൾ സെക്കൻഡ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷനാണ് ഇൻറ്റഗ്രൽ 1 to 2 dq റിവേഴ്സിബിൾ ഡിവൈഡഡ് ബൈ ടി. പിന്നെ അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ ഉണ്ട്. മെഷർ ഓഫ് ദി പോർഷൻ വിച്ച് ഈസ് അൺഎബിൾ ടു പെർഫോം യൂസ്ഫുൾ വർക്ക്. അപ്പോൾ അത് സിസ്റ്റത്തിൻ്റെ ഡിഗ്രി ഓർ സിസ്റ്റം തനിയെ സ്റ്റേബിൾ ആകാൻ അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ട എനർജിയാണ് എൻട്രോപ്പി. അത് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഐസൊലേറ്റഡ് സിസ്റ്റം dq ഈക്വൽ ടു 0 ആണ് ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ. ബിക്കോസ് എന്താ, അതിൽ അഡയബാറ്റിക് ആണ്, അതായത് വെളിയിലോട്ടും അകത്തോട്ടും ഹീറ്റ് പോവില്ല. അപ്പം dq ബൈ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ആണ്. അപ്പം dq 0 ആകാം. അപ്പം അതിന് രണ്ട് കണ്ടീഷനുണ്ട്. ഒന്നെങ്കിൽ ഡെൽറ്റ എസ് ഈസ് ഗ്രേറ്റർ ദാൻ 0, അല്ലെങ്കിൽ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 0. ആ രണ്ട് റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, വെൻ dq ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ. അപ്പം ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0 ഓർ എസ് എസ് എ കോൺസ്റ്റൻറ്റ്, എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്. റിവേഴ്സിബിൾ പ്രോസസ്സിന് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. അല്ല, ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഡെൽറ്റ എസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. അതായത് ഒരു എൻട്രോപ്പി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓൾവേസ് ഇൻക്രീസസ് ഓർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ബട്ട് ക്യാൻ നെവർ ഡിക്രീസ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കണം, ഓർ ഇറ്റ് മസ്റ്റ് റിമെയിൻ എ കോൺസ്റ്റൻറ്റ് ബട്ട് ഇറ്റ് ക്യാൻ നെവർ ഡിക്രീസ്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് എൻട്രോപ്പി ഇൻക്രീസ്. സെക്കൻഡ് ലോയുടെ എക്സ്റ്റൻഷനാണത്. പിന്നെ ഡെൽറ്റ യൂണിവേഴ്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഓർ ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഡെൽറ്റ സിസ്റ്റം പ്ലസ് ഡെൽറ്റ സറൗണ്ടിങ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഡെൽറ്റ വെച്ചിട്ട് എങ്ങനെ? അപ്പോൾ ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലേ പ്രോസസ്സ് നടക്കുമെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇഫ് ഡെൽറ്റ എസ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ദി പ്രോസസ് ഇസ് ഫീസിബിൾ. ഫീസിബിൾ എന്ന് വെച്ചാൽ നമുക്ക് എനർജറ്റിക്കലി നടത്താൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഇറിവേഴ്സിബിൾ. ദെൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0, പ്രോസസ് ഇസ് ഫീസിബിൾ ബട്ട് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. അത് ഹൈപ്പോത്തറ്റിക്കലാണ്. യൂഷ്വലി എല്ലാ പ്രോസസ്സുകളും ഇറിവേഴ്സിബിൾ ആണ്. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഡെൽറ്റ ഇസ് ലെസ് ദാൻ 0, ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. പിന്നെ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഇതാണ് എൻട്രോപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എസ് മൈനസ് എസ് നോട്ട് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സി പി ബൈ ടി ഡി ടി, അല്ലെങ്കിൽ ക്യൂവിനെ നമ്മൾ സി പി ഡി ടി ആയിട്ട് എഴുതിയപ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. പിന്നെ തേർഡ് ലോ സ്റ്റേറ്റ് അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ ദി എൻട്രോപ്പി ഓഫ് ഓൾ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസസ് ഇസ് 0. അതായത് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ എല്ലാ പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസസിൻ്റെയും എൻട്രോപ്പി 0 ആയിരിക്കും. സോ അത് അബ്സല്യൂട്ട് സ്റ്റേറ്റ് ഓഫ് എൻട്രോപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സോ ദാറ്റ് ഈസ് ദി തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിൻ്റെ യൂസ് എന്താ? ഇറ്റ് ഈസ് എയിംഡ് അറ്റ് ഫൈൻഡിങ് ഔട്ട് ദി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എൻട്രോപ്പി. എൻട്രോപ്പിയുടെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനാണ് തേർഡ് ലോ ഉപയോഗിക്കുന്നത്. പിന്നെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആണ് ഹെൽംഹോൾട്സ് ഫംഗ്ഷൻ എ ഈക്വൽ ടു യു മൈനസ് ടി എസ് ഗിബ്സ് ഫ്രീ എനർജി എച്ച് മൈനസ് ടി എസ്. പിന്നെ ദീസ് ആർ ദി ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി റിലേഷൻസ്. ഇതിൻ്റെ ഡെറിവേഷനൊക്കെ പ്രീവിയസ് ലെക്ചേഴ്സിൽ എക്സ്പ്ലെയിൻഡ് ആണ് യൂസിങ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. പിന്നെ അതിൽ നിന്ന് മാക്സ്വെൽസ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തത്, കംപ്രസിബിലിറ്റി ആൻഡ് വോളിയം എക്സ്പാൻഷൻ, ഹീറ്റ് കപ്പാസിറ്റി, ദെൻ ഗിബ് ഹെൽംഹോൾട്സ് ഇക്വേഷൻ. ദെൻ ദി മെത്തേഡ് ഓഫ് ജാക്കോബിയൻ, അത് നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഇൻ ദി ജനറൽ ഫോം, അപ്പോൾ എല്ലാ ജാക്കോബിക് ഇക്വേഷൻ്റെയും ജനറൽ ഫോമാണ് ടി എസ് ഈക്വൽ ടു പി വി. പിന്നെ സി പി സി വിയുടെ ഒക്കെ ജാക്കോബിയൻ ഫോമിലുള്ള ഇക്വേഷൻ. ദെൻ ദി നെക്സ്റ്റ് കൺസെപ്റ്റ് ഇസ് ഫിഗാസിറ്റി ഓർ ഇറ്റ് ഈസ് ദി ഫിക്റ്റീഷ്യസ് പ്രഷർ, അല്ലെങ്കിൽ ദി പ്രഷർ ഓഫ് റിയൽ ഗ്യാസസിൻ്റെ ഒരു അപ്രോക്സിമേഷനാണ് ഫിഗാസിറ്റി. അതിൻ്റെ ഇക്വേഷൻസ്, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ഓഫ് ഫിഗാസിറ്റി, then fugacity coefficient f by p, phi is equal to f by p.
then effect of temperature and pressure, determination of fugacity of pure components using compressibility, Z വെച്ച് fugacity എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് കഴിഞ്ഞ ആക്ടിവിറ്റി, ഇറ്റ് ഈസ് ഡിഫൈൻഡ് as the ratio of fugacity of a substance to its fugacity at standard state, F/F0. F0 എന്താന്ന് നമ്മൾ പറഞ്ഞു, F0 is the fugacity at a very low pressure P0. അപ്പം വളരെ ചെറിയ പ്രഷർ P0 ഉള്ള fugacity-ആണ് F0, and at very low pressure the gases tend to be ideal ആയിട്ട് കാണും. So in that case F is equal to P, A equal to F/F0. പിന്നെ ത്രോട്ടിലിംഗ് പ്രോസസ്സ്, അത് നമ്മൾ പറഞ്ഞു, ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിൽ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ വെക്കുകയാണ്, സോ ദാറ്റ് ഇറ്റ്സ് പ്രഷർ ഡിക്രീസസ്. ഒരു സഡൻ ഡിക്രീസ് ഓഫ് പ്രഷർ ഉണ്ട്, പിന്നെ ആ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് പ്രഷർ വിൽ ഇൻക്രീസ്, ആൻഡ് ഇറ്റ് ഈസ് ഐസൊലേറ്റഡ്. അതായത് ഹീറ്റ് ട്രാൻസ്ഫറിന് നമ്മൾ സമയം കൊടുക്കുന്നില്ല, അപ്പം പ്രോസസ്സ് അഡയബാറ്റിക് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഫ്രം എ ലോ പ്രഷർ ടു എ ഹൈ പ്രഷർ നമ്മൾ എക്സ്പാൻഷൻ നടത്തിയാൽ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിച്ച് റിസൾട്ട്സ്. ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉള്ള എഫക്റ്റാണ് ജൂൾ തോംസൺ എഫക്റ്റ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ക്വാണ്ടിഫൈഡ് വിത്ത് ദി പോറസ് പ്ലഗ് എക്സ്പെരിമെൻറ്റ്, ആൻഡ് ഇറ്റ് ഈസ് ആൻ ഐസ് എൻതാൽപിക് പ്രോസസ്. എൻതാൽപിക്ക് ചേഞ്ച് ഉണ്ടാവില്ല. പിന്നെ ജൂൾ തോംസൺ എഫക്റ്റ് 0 ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിന് ജൂൾ തോംസൺ എഫക്റ്റ് ഇല്ല. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി ഈസ് ടേംഡ് ആസ് ദി ജൂൾ തോംസൺ കോഎഫിഷ്യന്റ്. അതിനെ നമ്മൾ μJT എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇക്വേഷനും ഉണ്ട്, -1/Cp ∂H/∂P അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. പിന്നെ ഐഡിയൽ ഗ്യാസ് ഇതിന് 0 ആണ്. പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ലിക്വിഫാക്ഷൻ, എന്തിനാ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്നത്? ഫോർ ഈസ് ഓഫ് സ്റ്റോറേജ്, ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ LPGയുടെ കാര്യം പറഞ്ഞു, അപ്പോൾ അതൊരു ഗ്യാസാണ്, അപ്പോൾ അതിനെ നമ്മൾ ലിക്വിഫൈ ചെയ്താണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ. ലിക്വിഫൈ ചെയ്യാനുള്ള 3 മെത്തേഡ്, വേപ്പറൈസേഷൻ, ജൂൾ തോംസൺ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ലിൻഡേ പ്രോസസ്, പിന്നെ എക്സ്പാൻഷൻ ആൻഡ് എൻജിൻ, ദാറ്റ് ഇസ് ക്ലോഡേ പ്രോസസ്. തെർമോഡൈനാമിക് എഫിഷ്യൻസീസ് ഒക്കെ പറഞ്ഞു. ഇൻവെർഷൻ കർവും വേർ μ0 ആയിട്ടുള്ളതാണ് ഇൻവെർഷൻ പോയിന്റ്. അതിൻ്റെ ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് വേർ μ0 ഇസ് ദി ഇൻവെർഷൻ കർവ്. അപ്പോൾ ഇൻവെർഷൻ കർവിനകത്ത് ഇറ്റ് വിൽ റിസൾട്ട് inside the inversion curve it will result in cooling, outside the curve it will result in heating. പിന്നെ 2 എക്സെപ്ഷൻസ് ഉള്ളത് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആണ്. ദേ ഹാവ് കോഎഫിഷ്യൻസ്. അപ്പം 100 കെൽവിനിലെയും 20 കെൽവിനിലേക്കും എത്തിച്ചാൽ മാത്രമേ ജൂൾ തോംസൺ എഫക്റ്റ് ഹൈഡ്രജനും ഹീലിയത്തിനും ബാധകമായിട്ട് വരുള്ളൂ. പിന്നെ തെർമോഡൈനാമിക് ഡയഗ്രാംസ് എന്താണെന്നുള്ളതാണ്. അപ്പം ബേസിക് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആയ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, എൻതാൽപ്പി, എൻട്രോപ്പി ഇവയെ ബന്ധിപ്പിക്കുന്നതാണ് തെർമോഡൈനാമിക് ഡയഗ്രാം. കോമൺ ഡയഗ്രാംസ് പ്രഷർ എൻതാൽപ്പി ഡയഗ്രാം, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം, എൻതാൽപ്പി ടെമ്പറേച്ചർ ഡയഗ്രാം ആൻഡ് എൻതാൽപ്പി എൻട്രോപ്പി ഡയഗ്രാം, HS ഡയഗ്രാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദി മോർലിയർ ഡയഗ്രാം. പിന്നെ ഓരോ ഡയഗ്രത്തിൻ്റെ യൂസസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ചിലയിടത്ത് ഡോം ഷേപ്പ് ഉണ്ട്, ഡോമിനകത്ത് വരുന്ന എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഫ്രം ദിസ് സെക്ഷൻ, ഡയഗ്രാംസ്. ഓക്കെ, സോ ദാറ്റ് വാസ് എ ക്വിക്ക് റിവിഷൻ. പെട്ടെന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയതാണ്. സോ അത് ഈ പ്രോബ്ലം ചെയ്യാനൊരു ബ്രഷപ്പ് എന്ന രീതിയിൽ പറഞ്ഞതാണ്. So moving on, we will be discussing questions regarding the topics which we just discussed. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് ദി ഡാഷ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ ഒരു എൻട്രോപ്പിയുടെ ഡെഫിനേഷൻ തന്നെയാണ് ചോദ്യം. വാട്ട് ഈസ് എൻട്രോപ്പി എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ ഓപ്ഷൻസ്, ആദ്യത്തത് ടെമ്പറേച്ചർ ഉള്ളി. അപ്പോൾ എൻട്രോപ്പി ടെമ്പറേച്ചറിൻ്റെ മെഷർ അല്ല, സോ ദിസ് ക്യാൻ ബി എലിമിനേറ്റഡ്. സെക്കൻഡ് വൺ, ഡിസോർഡർ. അത് ശരിയാണ്. Entropy is the measure of the disorder or randomness of the system. അതാണ് നമ്മൾ പഠിച്ചത്. It is the measure of the degree of disorder അല്ലെങ്കിൽ randomness of a systemത്തിനെയാണ് entropy എന്ന് നമ്മൾ വിളിക്കുന്നത്. So that is the general term. Orderly behavior അല്ല, it is disorderly behavior ആണ്. None of this. എല്ലാ ഓപ്ഷനും നോക്കിയിട്ടേ ഫൈനലൈസ് ചെയ്യാവൂ. Second one, which of the following is the characteristic ഓഫ് എ അഡയാബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ അഡയാബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ ആദ്യത്തത് ΔU ഈസ് ഈക്വൽ ടു 0. അപ്പം ΔU 0 അല്ല, ഇൻറ്റേർണൽ എനർജി 0 അല്ല അഡയാബാറ്റിക് പ്രോസസ്സിന്.
പിന്നെ വർക്ക് ഡണ്ണും 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വർക്ക് സിസ്റ്റം വർക്ക് ചെയ്യാം. ദർ ഇസ് നോ ഇഷ്യൂ. This is the thing which we can say with conformity. Q is equal to 0. Q എന്ന് വെച്ചാൽ എന്താ? ഹീറ്റ് ആണ് അല്ലെങ്കിൽ എനർജിയാണ്. അപ്പം there is no change in energy അല്ലെങ്കിൽ there is no transfer of energy. എനർജിക്ക് ചേഞ്ച് ഇല്ല. അപ്പോൾ നമ്മളൊരു പൈപ്പ് എടുത്തിട്ട് അതിനെ നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. സോ ദാറ്റ് എനർജിക്ക് അകത്തേക്കും വരാൻ പറ്റില്ല, അകത്തുള്ള എനർജി വെളിയിലേക്കും പോകാൻ പറ്റില്ല. സോ ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എനർജി. ഏത് ഫോം ഓഫ് എനർജി ആയാലും അതിന് ട്രാൻസ്ഫർ ഇല്ല. സോ വി ക്യാൻ ടേം ദാറ്റ് as Q equal to 0 for an adiabatic process. ഡെൽറ്റ വിയും 0 ആവണമെന്നില്ല. ഓക്കെ, സോ only right answer will be Q equal to 0. Next question, the equation du is equal to TdS minus PdV is applicable to infinitesimal changes occurring in. അപ്പോൾ ഇതെന്താ? ദിസ് ഇസ് നത്തിങ് ബട്ട് ദി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മുടെ ഫസ്റ്റ് ലോ എന്തായിരുന്നു? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു എന്നാണ് നമ്മൾ പഠിച്ചത്. ആൻഡ് ഇതൊരു സിസ്റ്റം റിവേഴ്സിബിൾ ആണെങ്കിൽ വർക്ക് വിൽ ബി പി ഡെൽറ്റ വി. ദാറ്റ് ഇസ് ദി മാക്സിമം റിവേഴ്സിബിൾ വർക്ക് വിച്ച് ക്യാൻ ബി ഡൺ. ഇനി ക്യൂവിനെ നമുക്ക് ഫോർ എ റിവേഴ്സിബിൾ ക്ലോസ്ഡ് സിസ്റ്റം, ക്യൂ എന്താ? ഫ്രം സെക്കൻഡ് ലോ ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ക്യൂ റിവേഴ്സിബിൾ ബൈ ടെമ്പറേച്ചർ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം ക്യൂ റിവേഴ്സിബിൾ വിൽ ബി ടി ഡെൽറ്റ എസ്. അപ്പോൾ അത് രണ്ടിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ് ദിസ് ഇക്വേഷൻ. ആൻഡ് ഡെൽറ്റ മാറ്റി ഡി ആയെന്ന്, ഡി എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ വെരി സ്മോൾ ചേഞ്ച്. അപ്പോൾ ഇത് എവിടൊക്കെയാണ്? ദിസ് ഇസ് ഓൾ ആപ്ലിക്കബിൾ ഫോർ റിവേഴ്സിബിൾ സിസ്റ്റംസ് ആൻഡ് ദേ മസ്റ്റ് ബി ക്ലോസ്ഡ് സിസ്റ്റംസ്. ക്ലോസ്ഡ് ആയിരിക്കണം. ആൻഡ് കാരണം ഈ എൻട്രോപ്പി വർക്കെല്ലാം വി ആർ ഡിഫൈനിങ് ഫോർ ക്ലോസ്ഡ് സിസ്റ്റംസ് ഓൺലി. അവർ ഓപ്പൺ സിസ്റ്റത്തിന് നമ്മൾ പറയാറില്ല. സോ ഓപ്പൺ സിസ്റ്റം ഉള്ള രണ്ട് ഓപ്ഷനും നമ്മൾ കളഞ്ഞു. ഇനിയുള്ളത് ക്ലോസ്ഡ് സിസ്റ്റം വിത്ത് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ ആൻഡ് ക്ലോസ്ഡ് സിസ്റ്റം വിത്ത് ചേഞ്ച് ഇൻ കോമ്പോസിഷൻ. അപ്പോൾ ഞാൻ ഈ റിവൈസ് ചെയ്ത ടോപ്പിക്സിലൊന്നും കോമ്പോസിഷനെ കുറിച്ച് പറയുന്നില്ല. ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ അനദർ ടോപ്പിക് കോൾഡ് സൊല്യൂഷൻ തെർമോഡൈനാമിക്സ്. അവിടാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഒക്കെ ടേം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഏത് ഇക്വേഷൻ ആണെങ്കിലും വി അസ്യൂം ദാറ്റ് ദി സിസ്റ്റം ഇസ് ഹാവിങ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. കോമ്പോസിഷൻ വേരി ചെയ്യാം, പക്ഷേ ഇത് വാലിഡ് ആകണമെങ്കിൽ ഇഫ് ദിസ് ഇക്വേഷൻ ഇസ് ടു ബി വാലിഡ് ദെൻ ദി സിസ്റ്റം മസ്റ്റ് ഹാവ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. വേരിയിങ് കോമ്പോസിഷന് വേറെ ഇക്വേഷൻസ് ഉണ്ട്. ദാറ്റ് ഇത് സൊല്യൂഷൻ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് മ്യൂ. അത് നമ്മളിപ്പോൾ റിവൈസ് ചെയ്തതേ ഉള്ളൂ. മ്യൂ ജെ ടി ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി. അപ്പം ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എച്ച്. അപ്പോൾ ഓപ്ഷൻ എ അല്ല, കോൺസ്റ്റന്റ് വി. അപ്പം എച്ച് അല്ലാത്ത രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഡോ പി ബൈ ഡോ ടി, ഡോ പി ബൈ ഡോ വി, ദറ്റ് ഈസ് ഡോ ടി ബൈ ഡോ പി. വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ഉള്ള വേരിയേഷൻ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ദി ജൂൾ തോംസൺ കോഎഫിഷ്യന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എസ് ഇസ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ യു മസ്റ്റ് ഗോ ബാക്ക് ടു ദി ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി റിലേഷൻ. യു വെച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി റിലേഷനിലേക്ക് പോകണം. അപ്പോൾ അത് എളുപ്പം എഴുതാൻ വേണ്ടി ഞാൻ ഇൻ എ പ്രീവിയസ് ലെക്ചർ വി ഡിസ്കസ് ദി നിമോണിക് ഡയഗ്രാം. നിമോണിക് ഡയഗ്രാം എന്നൊരു ഡയഗ്രാം വി ഡിസ്കസ്ഡ്. അപ്പം നിമോണിക് ഡയഗ്രത്തിൽ അതിൻ്റെ ഷോർട്ട് ഫോം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. Great physicists have studied under very active teachers. അപ്പോൾ ഇതാണ് ന്യൂമോണിക് ഡയഗ്രത്തിൻ്റെ സൈഡ്സും അതിൻ്റെ നൊട്ടേഷൻ. സോ ഇത് ആരോ മാർക്സും കൂടി ഇട്ടാൽ കംപ്ലീറ്റ് ആകും. സോ ഗ്രേറ്റ് ഫിസിസിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് അണ്ടർ വെരി ആക്റ്റീവ് ടീച്ചേഴ്സ്. ഇതാണ് ആരോ മാർക്ക്. അപ്പം നമുക്ക് യുവിൻ്റെ ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ യുവിൻ്റെ ഇക്വേഷൻ വേണമെങ്കിൽ ആദ്യം യുവിനോട് ചേർന്ന് അഡ്ജസൻ്റ് ആയിട്ടുള്ളവരെ വി യു എസുമാണ്. അപ്പം യു എഴുതാം, വിയും എസും. അപ്പോൾ അഡ്ജസൻ്റ് ആയിട്ടുള്ളവർ
എന്തായിരിക്കും? they will be the variables. അപ്പോൾ ഇവർ ഡി വിയും ഡി എസും ആയിരിക്കും. ഇനി വേണ്ടത് കോഎഫിഷ്യൻ്റ് ആണ്. അപ്പം വിയുടെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് പി, അതുപോലെ എസിൻ്റെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ടി. ഇനി അടുത്തത് സൈൻ കൺവെൻഷനാണ്. സൈൻ കൺവെൻഷനും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് എ പ്രോപ്പർട്ടി അത് നെഗറ്റീവും, ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് എവേ ഫ്രം എ പ്രോപ്പർട്ടി ഇറ്റ് ഈസ് പോസിറ്റീവ്. അപ്പം മൈനസ് പി ആയിരിക്കും, കാരണം വിക്ക് ടുവേർഡ്സ് വരികയാണ്, എസിന് എവേ പോവാണ്, സോ ഇറ്റ് വിൽ ബി പ്ലസ്. അപ്പം ഡി യു ഈസ് ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി. ഇതാണ് ദി ഇക്വേഷൻ ഫോർ the fundamental property equation for internal energy. ഇനിയിപ്പോൾ അതിൽ നമുക്ക് ഈ ടേം ആണ് വേണ്ടത്, ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വിത്ത് റെസ്പെക്ട് ടു വി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പം ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് എസ് ആണ്, സോ ദിസ് ടേം വിൽ ബി 0. ഇവിടെ പി ഡി വി ആണ്, അപ്പം ഡി വി ക്യാൻസൽ ചെയ്ത് പോകും, ഇറ്റ് വിൽ ബി മൈനസ് പി. സോ യു വിൽ ബി ഗെറ്റിംഗ് ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് മൈനസ് പി. ഓപ്ഷൻ ഡി വിൽ ബി ദി റൈറ്റ് ആൻസർ. ഡി ആയിരിക്കും ദി റൈറ്റ് ആൻസർ. ഓക്കെ. Next question, a property whose value is not additive and does not vary with the quantity of material. Does not vary with quantity എന്ന് വെച്ചാൽ അതിനെ നമുക്ക് mass എന്ന് വിളിക്കാം. So if it is not varying with the mass, it is an intensive property. അത് നമ്മൾ ആദ്യമേ പഠിച്ചതാണ്, ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എക്സ്റ്റെൻസീവ് മാസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. സോ ഇപ്പോൾ അവിടെ പുതിയൊരു കൂടെ ആഡ് ചെയ്യാം, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് അഡിറ്റീവ് അല്ല എന്നുള്ളതും കൂടെ നമുക്ക് നോട്ട് ചെയ്യാം. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസിൻ്റെ വാല്യൂസ് അഡിറ്റീവ് അല്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when air is behaving as an ideal gas with heat capacities ratio 1.4, അതായത് ഗാമ തന്നിട്ടുണ്ട്, ഗാമ that is Cp by Cv that is equal to 1.4. the molar heat capacity at constant pressure will be. അപ്പോൾ Cp എന്താണെന്നാണ് ചോദ്യം. so we have to determine what is Cp. അപ്പോൾ അതൊരു സിമ്പിൾ ന്യൂമറിക്കലാണ്, we can do that. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം നോട്ട് ചെയ്താൽ ഗാമ ഇസ് ഈക്വൽ ടു Cp ഡിവൈഡഡ് ബൈ Cv എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.4 ഓർ Cp ഈസ് ഈക്വൽ ടു 1.4 Cv. ഓക്കെ. പിന്നെ ഇത് ഐഡിയൽ ഗ്യാസ് ആണെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് Cp മൈനസ് Cv ഈസ് ഈക്വൽ ടു R. R എന്തായിരുന്നു? ദി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ Cv ഇവിടുന്ന് കണ്ടുപിടിക്കാം. Cp മൈനസ് R ഇസ് ഈക്വൽ ടു Cv, ദാറ്റ് ഈസ് ഈക്വൽ ടു Cp മൈനസ് Cv is equal to R ആണ്. ആൻഡ് Cpക്ക് പകരം Cpയുടെ വാല്യൂ ആണ് വേണ്ടത്. സോ വിൽ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് Cp. അപ്പോൾ Cp മൈനസ് Cv വിൽ ബി Cp ഡിവൈഡഡ് ബൈ 1.4. അപ്പം മൈനസ് Cp ഡിവൈഡഡ് ബൈ 1.4 ദാറ്റ് ഈസ് ഈക്വൽ ടു R. Cp കോമൺ എടുത്താൽ 1.4 minus 1/1 is equal to R, or Cp will be 8.314 into 0.4 divided by 1.4 എന്ന് കിട്ടും. സോ Cp ആറിൻ്റെ വാല്യൂ ഓർത്ത് വെച്ചേക്കുക, 8.314, അത് തരില്ല, യു മസ്റ്റ് നോ ദാറ്റ്. From on simplification you will be getting it as 29.1 joule per mole Kelvin.
ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ആൻസർ വിൽ ബി എ, 29.1 ജൂൾ പെർ മോൾ കെൽവിൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th one, ദി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇസ് ഓൾസോ നോൺ as. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോഴേ പറഞ്ഞു, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ. അത് കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ ആണ്, നോട്ട് ദി കോൺസ്റ്റൻറ്റ്. എനർജി കോൺസ്റ്റൻ്റ് അല്ല, എൻട്രോപ്പിയിലും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് സിംപ്ലി ദി കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ. അടുത്തത്, കൺസിഡർ ദി ഫോളോയിങ് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് കപ്പാസിറ്റി. അപ്പോൾ സി വിയെ നമ്മൾ എങ്ങനെ എഴുതി? സി വി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് എഴുതി. ഇങ്ങനെ എഴുതിയാൽ യു എന്താണെന്നാണ്. അപ്പോൾ യു നമുക്കറിയാം, ജനറൽ നൊട്ടേഷൻ യു ഇസ് ദി ഇൻറ്റേർണൽ എനർജി. അപ്പം ജനറലി ഇൻറ്റേർണൽ എനർജിയാണത്. സോ മോളാർ ഇതല്ല, മോളാർ ഇൻറ്റേർണൽ എനർജി അല്ല. കാരണം മോളാർ എന്ന് പറയുമ്പോൾ ദർ വിൽ ബി വൺ മോർ വേരിയബിൾ NI എന്നും കൂടെ നമ്മൾ എഴുതും. ദാറ്റ് യു സ്റ്റഡി ഇൻ സൊല്യൂഷൻ തെർമോഡൈനാമിക്സ്. അപ്പം ഡോ യു ബൈ ഡോ ടി വി NI എന്ന് എഴുതിയാലാണ് മോളാർ ആകുന്നത്. So it is nothing but specific internal energy. Specific external energy അല്ല, പൊട്ടൻഷ്യൽ എനർജി അല്ല, ഇറ്റ് ഈസ് സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി ആണ് ഈ ഇക്വേഷനകത്തുള്ള യുവിൻ്റെ മീനിങ്. നെക്സ്റ്റ് ഇസ് ദി 10th ക്വസ്റ്റ്യൻ, ഡോ എച്ച് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഐഡിയൽ ഗ്യാസിൻ്റെ എച്ചും യുവും എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ? ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. പ്രഷറിനെയും വോളിയത്തിനെയും ഡിപ്പെൻഡ് ചെയ്യില്ല. സോ ഇത് എച്ചിൻ്റെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രഷറാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് വേരി. സോ ആൻസർ വിൽ ബി എ, 0. ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് വിൽ ബി 0 ഓൺലി. ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഓൺലി വേരീസ് വിത്ത് ടെമ്പറേച്ചർ. ഇവിടെ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണ് ദി ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വൺ, which one of the following theorems hold true for the statement given below? For any closed system formed initially from given masses of prescribed chemical species, the equilibrium state is completely determined when two independent variables are fixed. അപ്പം ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറിയണമെങ്കിൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഫിക്സ് ചെയ്യണം എന്നാണ്. അപ്പോൾ അത് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദി ഡ്യൂഹംസ് തിയറം. നമ്മൾ സ്പെസിഫിക്കലി പഠിക്കുന്നില്ല, പക്ഷേ പഠിക്കുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു ടോപ്പിക് ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഡ്യൂഹംസ് തിയറം. ഡ്യൂഹംസ് തിയറം എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഫോർ ക്ലോസ്ഡ് സിസ്റ്റം. നമ്മൾ സ്പെസിഫിക് മാസമുള്ള കെമിക്കൽ സ്പീഷീസിനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ അവരുടെ സ്റ്റേറ്റിനെ ഫിക്സ് ചെയ്യാൻ നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വേണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മതി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതൊരു ന്യൂമറിക്കലാണ്. എയർ അറ്റ് 1 bar പ്രഷർ ആൻഡ് 25 degrees Celsius enters a compressor at low velocity, discharges at 3 bar and enters a nozzle in which it expands to its final velocity of 600 meter per second at the initial conditions of pressure and temperature. If the work of compression is 240 kilojoule per kilogram of air, the amount of heat removed during the compression. അപ്പോൾ ഇത് കംപ്രസറൊക്കെ ഉണ്ട്, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലോയുടെ ആപ്ലിക്കേഷനാണ് വരുന്നത്. ആൻഡ് ഇതൊരു ഫ്ലോ പ്രോസസ്സാണ്. കാരണം എന്താ, കംപ്രസറിൽ നിന്ന് അടുത്ത യൂണിറ്റ് നോസിലേക്ക് പോകുന്നുണ്ട്. സോ നമ്മൾ വരയ്ക്കാം, ഒരു സാമ്പിൾ ഫ്ലോ ഡയഗ്രാം വരയ്ക്കാം. ആദ്യം ഒരു ഫ്ലോ ഡയഗ്രാം വരയ്ക്കാം ഫോർ എ കംപ്രസർ. യൂഷ്വലി
യൂഷ്വലി കംപ്രസർ വരയ്ക്കുമ്പോൾ അതിൻ്റെ വാ വലുതായിട്ടും ഔട്ട്ലെറ്റ് ചെറുതായിട്ടുമാണ് വരയ്ക്കുന്നത്. കാരണം കംപ്രഷൻ ഓപ്പറേഷനാണ്. അപ്പം വലിയ ഗ്യാസിനെ സക്ഷനിലെടുത്തിട്ട് അത് ഔട്ട്ലെറ്റിലേക്ക് പോകുന്നതാണ്. ഫ്രം ദെയർ ഇറ്റ് ഈസ് ഗോയിങ് ടു എ നോസിൽ, ഒരു നോസിലേക്ക് പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ ഔട്ട്സൈഡ്. അപ്പോൾ എൻ്റർ ചെയ്യുന്നത് എയർ ആണ് 1 ബാറിൽ. അപ്പോൾ എയർ ആണ്. അപ്പം പ്രഷർ ഇവിടെ നമുക്ക് P1, ഇത് 0.1, ഇത് 0.2, ഇത് 0.3 ആയിട്ട് എടുക്കാം. അപ്പം P1 പ്രഷർ 1 ബാർ ആണ്. പിന്നെ വെലോസിറ്റി V1, വോളിയം അല്ല, ഇത് വെലോസിറ്റിയാണ്. വെലോസിറ്റി ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ 0 എന്ന് എടുക്കാം. പിന്നെ ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ട് 25 ഡിഗ്രി സെൽഷ്യസ് T1. അപ്പോൾ T2ൽ നമുക്കറിയാവുന്ന ഒരു ഡാറ്റയേ ഉള്ളൂ, അതായത് പ്രഷറാണ്. അപ്പം P2 ഈസ് ഈക്വൽ ടു 3 ബാർ തന്നിട്ടുണ്ട്. ഇനി 0.3ൽ പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ ഓഫ് പ്രഷറും ടെമ്പറേച്ചറും മെയിൻറ്റെയിൻഡ് ആണ്. അപ്പം P1 എന്തായിരിക്കും? 1 ബാർ തന്നെ വരും. സിമിലർലി T3 will be 25 degrees and velocity തന്നിട്ടുണ്ട്. we can call it as V3. velocity is 600 meter per second. ഇത്രയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലോ പ്രോസസ്സാണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഡെൽറ്റ എച്ച് പ്ലസ് ഡെൽറ്റ പി ഇ പ്ലസ് ഡെൽറ്റ കെ ഇ ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു എസ് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ ഡെൽറ്റ എച്ച് 0 ആണ്. കാരണം എന്താ? ഇനീഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും സെയിം ആണ്. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ എൻട്രോപ്പി. അതുപോലെ ഹൈറ്റ് ഡിഫറൻസ് വലുതായിട്ട് വരുന്നില്ല. സോ പൊട്ടൻഷ്യൽ എനർജി 0. ബാക്കിയുള്ളത് കൈനറ്റിക് എനർജി, ഹീറ്റും വർക്കും ആണുള്ളത്. അപ്പം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാമല്ലോ, ½ U² ആണ് കൈനറ്റിക് എനർജി. അപ്പോൾ U1 മൈനസ് U3 സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിൽ U1 0 ആണ്. സോ ഇറ്റ് വിൽ ബി U3 സ്ക്വയർ മൈനസ് U1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 കൈനറ്റിക് എനർജിയുടെ ടേം ആണ്. ഇനി Q ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദി ഹീറ്റ് റിമൂവ്ഡ് എന്നാണ് ചോദ്യം. Q ഈസ് അവർ ഒബ്ജക്റ്റീവ്. WS വർക്ക് ഡണ്ണും ഇവിടെ തന്നിട്ടുണ്ട്, വർക്ക് ഓഫ് കംപ്രഷൻ. അത് നമുക്കിവിടെ നോട്ട് ചെയ്യാം. വർക്ക് ഓഫ് കംപ്രഷൻ അത് സിസ്റ്റത്തിന് കിട്ടുന്ന വർക്കാണ് 240 kJ/kg. അപ്പോൾ ഇതിൽ U1 സ്ക്വയർ 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം വേണ്ടത് Q ആണ്. അപ്പോൾ Q ഈസ് ഈക്വൽ ടു U3, അതായത് 600 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് WS നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പം വർക്ക് ഡൺ എപ്പോഴാണ്? ഇനി അതിൻ്റെ സൈൻ നോക്കണം. ഇതിപ്പോൾ സിസ്റ്റത്തിനാണ് വർക്ക് കിട്ടുന്നത്. മീനിങ് വി ആർ പുറത്തു നിന്ന് സിസ്റ്റത്തിലേക്ക് നമ്മൾ വർക്ക് കൊടുക്കുന്നു. ദാറ്റ് വർക്ക് ഈസ് നെഗറ്റീവ്. സിസ്റ്റം വർക്ക് ചെയ്യുകയാണ്, അതായത് സിസ്റ്റം വർക്ക് ചെയ്ത് തിരിച്ച് സറൗണ്ടിങ്സിന് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ഈ വർക്ക്, അതായത് 240, അതിനൊരു നെഗറ്റീവ് സൈനും കൂടെ നമ്മൾ കൊടുക്കണം. സോ ദാറ്റ് വിൽ ബി 600 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ് 240 എന്നും കൂടെ ചേർക്കേണ്ടി വരും. 240 ഇൻറ്റു 1000 കൂടെ വേണം, കാരണം ഇത് കിലോ ജൂളിലാണ്, നമുക്കതിനെ ജൂളിലേക്ക് മാറ്റാനാണ്. അപ്പോൾ ഇൻറ്റു 10⁻³ അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 60,000 Joule/kilogram, അല്ലെങ്കിൽ അതിനെ 60 kJ/kilogram എന്ന് മാറ്റാം. സോ ആൻസർ വിൽ ബി 60. അപ്പോൾ ഇതിൽ നെഗറ്റീവ് സൈനും വരും. അതായത് സോൾവ് ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് ഇതിൽ നിന്ന് തന്നെ നെഗറ്റീവ് സൈൻ വരും ഇതിൻ്റെ കൂടെ. ദിസ് വിൽ ബി സം 36 40, ദിസ് വിൽ ബി 24 ഒക്കെ വരും. സോ ദി ഹീറ്റ് റിമൂവ്ഡ് ആണ്. അപ്പം നഷ്ടപ്പെടുന്ന ഹീറ്റിൻ്റെ സൈൻ നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. സോ ഹീറ്റ് റിമൂവ്ഡ് ഫ്രം ദി സിസ്റ്റം വിൽ ബി -60 kJ/kilogram. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ബേസിക് ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ഡെൽറ്റ എച്ച് പ്ലസ് ഡെൽറ്റ പി പ്ലസ് ഡെൽറ്റ കെ ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് WS ഷാഫ്റ്റ് വർക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കംപ്രസറിലേക്ക് കൊടുക്കുന്ന വർക്ക് ഓഫ് കംപ്രഷനെയാണ് ഷാഫ്റ്റ് വർക്കായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തത്. സൈൻ കൺവെൻഷൻ നോക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്രസ്ഡ് എയർ ഇസ് ത്രോട്ടിൽഡ് ത്രൂ എ നീഡിൽ വാൽവ് അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പം പ്രോസസ്സ് എന്താണ്? അപ്പോൾ എയർ ഒരു
പൈപ്പിൽ കൂടെ ഇങ്ങനെ വരികയാണ്. പൈപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു നീഡിൽ വാൽവും കൂടെ വെച്ചു. അപ്പം വെനെവർ ദർ ഇസ് എ കൺസ്ട്രിക്ഷൻ ഇൻ എ ഫ്ലോ സ്ട്രീം, ഹൈ പ്രഷർ ഫ്ലോ സ്ട്രീമിൽ ഒരു കൺസ്ട്രിക്ഷൻ വെച്ചാൽ വാട്ട് റിസൾട്ട്സ് ഇസ് ദി ജൂൾ തോംസൺ എഫക്റ്റ്. സോ ജൂൾ തോംസൺ എഫക്റ്റ് വരും. ആൻഡ് ജൂൾ തോംസൺ എഫക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് അഡയാബാറ്റിക് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഐസെൻതാൽപിക്. എച്ച് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ദിസ് ഈസ് ആൻ ഐസെൻതാൽപിക് പ്രോസസ്. എൻട്രോപ്പിക് അല്ല, കോറിക്കും അല്ല, ബാറിക്കും അല്ല. Whenever there is a constriction of a partial kind in a flow stream, അവിടെ ജൂൾ തോംസൺ എഫക്റ്റിന് പോസിബിലിറ്റി ഉണ്ട്. ജൂൾ തോംസൺ എഫക്റ്റ് ഈസ് അറ്റ് കോൺസ്റ്റന്റ് എൻതാൽപ്പി ഓർ ഐസെൻതാൽപിക് പ്രോസസ്. നെക്സ്റ്റ്, ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് ഇസ് സീറോ. ഐഡിയൽ ഗ്യാസ് അറ്റ് 0 ഡിഗ്രിയിൽ അത് പ്രഷർ കാണില്ല എന്നാണ് പറയുന്നത്. അതൊരു അബ്സല്യൂട്ട് സീറോ ഈസ് ഹൈപ്പോത്തറ്റിക്കലാണ്, അബ്സല്യൂട്ട് സീറോ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അവിടുത്തെ ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷർ 0 ആയിരിക്കും. മാസും വോളിയം 0 എന്ന് പറയാൻ ഒക്കത്തില്ല. ഇറ്റ് വിൽ ഒക്കുപ്പൈ മാസ്, ഇറ്റ് വിൽ ഹാവ് മാസ് ആൻഡ് ഇറ്റ് വിൽ ഒക്കുപ്പൈ സ്പേസ്. അപ്പോൾ അത് പറ്റില്ല. വാട്ട് യു ക്യാൻ സേ ഇസ് ദി പ്രഷർ ഇസ് 0 അറ്റ് ദാറ്റ് ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്. ഓൾ ABC അല്ല, കൈൻഡ്ലി നോട്ട് ദാറ്റ് ഇൻ ഓൾ ABC ഒരു ഓപ്ഷനാണ്, എപ്പോഴും അത് മാർക്ക് ചെയ്യാനാണ് നമ്മുടെ ടെൻഡൻസി. ബട്ട് സിൻസ് ഇറ്റ് ഈസ് എൻ ഐഡിയൽ ഗ്യാസ്, അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് വിൽ ടെൻഡ് ടു 0 എന്നാണ് നമ്മൾ പറയുന്നത്. ഓർ ദാറ്റ് ഈസ് ഹൗ വി ഡിഫൈൻ ദി അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു ന്യൂമറിക്കലാണ്. So if the pressure of an ideal gas contained in a vessel is increased by 0.4% due to 1 degree change in temperature, what will be the initial temperature? അപ്പോൾ അതാണ് ചോദ്യം. അപ്പം if the pressure, രണ്ട് കേസ് ഉണ്ട്. നമ്മൾ ഐഡിയൽ ഗ്യാസിനെ അതിൻ്റെ പ്രഷർ കൂട്ടുകയാണ്. സോ എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ റിസൾട്ട്സ്. അപ്പം P1 ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്, P2 ഫൈനൽ സ്റ്റേറ്റ്. അതുപോലെ T1 ഇനീഷ്യൽ ടെമ്പറേച്ചർ, T2 ഇസ് ദി ഫൈനൽ ടെമ്പറേച്ചർ. അപ്പം P2 എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 0.4%. സോ P2 വിൽ ബി P1 plus 0.4 divided by 100 into P1. ഇതായിരിക്കും P2. ഇതിൻ്റെ മീനിങ് ആണ് ഇൻക്രീസ്ഡ് ബൈ 0.4%. ഇൻക്രീസ്ഡ് ടു അല്ല, ഇൻക്രീസ്ഡ് ബൈ. അപ്പം P1 ഉണ്ട്, അതിൻ്റെ കൂടെ 0.4% അധികമുണ്ട്. ഇനി T2 എന്താ? അത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് 1 ഡിഗ്രി. T1 plus 1 എന്ന് എഴുതാം എനിക്ക്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആയതുകൊണ്ട്. ഇനിയിപ്പം ചിലർക്ക് ഡൗട്ട് കാണും, ഇത് കെൽവിൻ സെൽഷ്യസ് കൺവേർഷനൊക്കെ വേണമെന്നുള്ളത്. അപ്പം ഡെൽറ്റ ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വലൻ ടു ഡെൽറ്റ കെൽവിൻ എന്നാണ് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കെൽവിൻ ടെമ്പറേച്ചർ എങ്ങനെയാണ് കിട്ടുന്നത്? സെൽഷ്യസ് ടെമ്പറേച്ചർ പ്ലസ് 273 ചെയ്താലാണ്. അപ്പോൾ ഇത് K1 C1 എന്ന് എഴുതാം. K2 ഈസ് ഈക്വൽ ടു C2 പ്ലസ് 273. ഇനി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്താൽ ഇതിനെ ഡെൽറ്റ K ഈക്വൽ ടു ഡെൽറ്റ C എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് 1 ഡിഗ്രി, അതായത് ഡെൽറ്റ T ഈസ് 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വലൻ ടു 1 കെൽവിൻ. രണ്ടും ഒന്നാണ്. അപ്പം T1 ഇവിടെ കെൽവിനാണെങ്കിൽ ഈ 1 കെൽവിനാണ്, T1 സെൽഷ്യസിലാണെങ്കിൽ ഈ 1 സെൽഷ്യസിലാണ്, സിൻസ് ഇറ്റ് ഈസ് ഡെൽറ്റ T. ഇനി നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എടുക്കാം. PV ഈസ് ഈക്വൽ ടു nRT. അപ്പം N-ഉം R-ഉം V-യും എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, അതിനൊന്നും ചേഞ്ചസ് വരുന്നില്ല. പ്രഷറും ടെമ്പറേച്ചറും ഉള്ളൂ. അപ്പം P1 by T1 ഷുഡ് ബി ഈക്വൽ ടു P2 by T2. P1 ആയിട്ട് തന്നെ ഇടാം, T1 ആയിട്ട് ഇടാം. P2 എന്താണ്? P1 പ്ലസ് 0.4 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു P1 തന്നെ ഡിവൈഡഡ് ബൈ T2 എന്താണ്? T1 പ്ലസ് 1. അപ്പോൾ ഇതിൽ P1 മൊത്തത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, ബാക്കി T1 മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് T1 കിട്ടും. സോ വെൻ യു സോൾവ് T1 യു വിൽ ബി ഗെറ്റിംഗ് അറൗണ്ട് 250 കെൽവിൻ. 250 കെൽവിനായിട്ടാണ് അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. സോ ഏതാണ് റൈറ്റ് ആൻസർ? 250 കെൽവിൻ, ഓപ്ഷൻ എ.
അപ്പം ഡൗട്ട് വരരുത് 250 ഡിഗ്രി സെൽഷ്യസ് ആയിക്കൂടെ എന്ന് ഡൗട്ട് വരരുത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് തെർമോഡൈനാമിക് ഇക്വേഷൻ ഇപ്പം PV = nRT ഞാൻ എഴുതിയാൽ ടെമ്പറേച്ചർ ഈസ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ബൈ ഡെഫിനിഷൻ. ഒരു തെർമോഡൈനാമിക് റിലേഷനിൽ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ കെൽവിൻ. ഓക്കെ, അപ്പോൾ ആൻസർ കെൽവിനിൽ പറയാവൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്യാസസ് ഇസ് നിയറസ്റ്റ് ടു ആൻ ഐഡിയൽ ഗ്യാസ്? അപ്പോൾ നോ ഗ്യാസ് ഇസ് ആൻ ഐഡിയൽ ഗ്യാസ് നമ്മളറിയാം, എന്നാൽ നിയറസ്റ്റ് ഏതാണ്? ഒബ്വിയസ്ലി ഓക്സിജനും നൈട്രജനും അല്ല. കാരണം എന്താ? ദേ ആർ വെരി ബിഗ്. ഓക്സിജൻ O2 ആയിട്ടും നൈട്രജൻ N2 ആണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ ഒരുപാട് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ഉണ്ട്. സോ ദർ വിൽ ബി കൺസിഡറബിൾ, ഇറ്റ് വിൽ ഒക്കുപ്പൈ കൺസിഡറബിൾ സ്പേസ് ആൻഡ് ദേ വിൽ ഹാവ് അട്രാക്റ്റീവ് റിപ്പൾസീവ് എഫക്ട്സ്. ഇനി അടുത്തുള്ളത് ഹീലിയവും ഹൈഡ്രജനുമാണ്. ദേ ആർ കമ്പാരബിൾ. ഹീലിയം 2, ഹൈഡ്രജൻ 1. സോ ഒരു ഇലക്ട്രോൺ പ്രോട്ടോണൊക്കെ ഉണ്ട്. പക്ഷേ ഹീലിയം എന്താ? ഇറ്റ് ഈസ് എ നോബിൾ ഗ്യാസ്. ഹീലിയം നോബിൾ ഗ്യാസ് ആണ് ആസ് കമ്പയർഡ് ടു ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഇനേർട്ട് അല്ല, ഇറ്റ് വിൽ റിയാക്ട്. സോ ഐഡിയൽ ഗ്യാസസ് യൂഷ്വലി നമ്മൾ റിയാക്റ്റീവ് അല്ല. സോ ഈ ക്വസ്റ്റ്യനിൽ നിയറസ്റ്റ് എന്നുണ്ടായത് കൊണ്ട് വി ക്യാൻ ടെൽ ഇറ്റ് ഇസ് ഹീലിയം. ഓക്കെ, ഹീലിയവും ഹൈഡ്രജനും പോസിബിലിറ്റീസ് ആണ്. പക്ഷേ സിൻസ് ഹൈഡ്രജൻ ഹാവ് എ ടെൻഡൻസി ടു റിയാക്ട്, വി ആർ ഗിവിങ് ഇറ്റ് ടു ഹീലിയം. കാരണം അറിയാലോ, അതിൻ്റെ ഔട്ടർ ഷെല്ലിലൊക്കെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സ്പിന്നൊക്കെ ബാലൻസ്ഡ് ആണ്. സോ അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സസ് ഒക്കെ ബാലൻസ്ഡ് ആണ്. എ വെസൽ കണ്ടെയ്നിങ് 2 compartments. ഒരു ക്ലോസ്ഡ് വെസലുണ്ട് നമുക്ക്. ആ വെസലിന് 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, എയും ബിയും. അപ്പം എയിൽ നമ്മൾ ഹൈഡ്രജൻ നിറച്ചു, ബിയിൽ നമ്മൾ ഓക്സിജൻ നിറച്ചു. ഇനി ബോത്ത് ആർ അറ്റ് 1 atmospheric pressure. അപ്പോൾ ഇവിടെ 1 atm ആണ് പ്രഷർ, ഇവിടെയും 1 atm ആണ് പ്രഷർ. ഇഫ് ദി സെപ്പറേറ്റിംഗ് വോൾ ഈസ് റിമൂവ്ഡ്, വാട്ട് വിൽ ഹാപ്പൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ, ദി പ്രഷർ വിൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അതാണ് റൈറ്റ് ആൻസർ. കാരണം എന്താ? ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ 1 atm പ്രഷർ, റൈറ്റ് സൈഡിലും 1 atm പ്രഷർ. അപ്പോൾ ഈ വോൾ മാറ്റിയാൽ ഒന്നും സംഭവിക്കില്ല അതർ ദാൻ ദി ഗ്യാസസ് മിക്സിങ്. അപ്പോൾ ടോട്ടൽ പ്രഷർ 1 atm ആയിട്ട് തന്നെ നിൽക്കും. സിസ്റ്റത്തിലേക്ക് നമ്മൾ ഗ്യാസ് ആഡ് ചെയ്യുന്നില്ല, സിസ്റ്റത്തിൽ നിന്ന് ഗ്യാസ് പോകുന്നുമില്ല. സോ ദർ ഈസ് നോ ചേഞ്ച് ഇൻ പ്രഷർ. ദി പ്രഷർ വിൽ ഇൻക്രീസ് ഇൻ എ. അത് മീനിങ്ലെസ് ആണ്. വോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദർ ഈസ് നോ എ, ദർ ഈസ് നോ ബി. ബാക്കി ഓപ്ഷൻസ് എല്ലാം നോക്കണ്ട. ദർ ഇൻക്രീസ് ഇൻ ബി, പ്രഷർ വിൽ ഇൻക്രീസ് ഇൻ ബോത്ത് എ ആൻഡ് ബി. ഇൻക്രീസ് ഇൻ പ്രഷർ ഒരിക്കലും ഉണ്ടാവില്ല. എപ്പോഴേ പ്രഷർ ഇൻക്രീസ് ചെയ്യൂ? ഇഫ് യു ആർ ആഡിങ് മോർ കമ്പോണൻറ്റ്. കൂടുതലായിട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ മാത്രമേ പ്രഷർ കൂടൂ. അൺലെസ് അൺടിൽ ദാറ്റ് ഇറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കംപ്രസിബിലിറ്റി. അതിൻ്റെ ഡെഫിനിഷനാണ് അറിയാമല്ലോ. സെഡ് ഇസ് ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ RT എന്നാണ്. അല്ലെങ്കിൽ അതിനെ നമുക്ക് V ഡിവൈഡഡ് ബൈ RT ബൈ P. അപ്പം PV ഇസ് ഈക്വൽ ടു RT ആണെന്നറിയാമല്ലോ. അപ്പം RT ഡിവൈഡഡ് ബൈ P എന്താ? V ആണ്. സോ ദിസ് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ ഇറ്റ് വിൽ ബി V റിയൽ ഡിവൈഡഡ് ബൈ V ഐഡിയൽ. സോ അതാണ് ദി റേഷ്യോ ഓഫ് ആക്ച്വൽ വോളിയം ടു ദ ഓഫ് ദി ഗ്യാസ് ടു ദി വോളിയം പ്രഡിക്റ്റഡ് ബൈ ഐഡിയൽ ഗ്യാസ് ലോ. അപ്പം B real by V ideal is said the compressibility. So option A ആണ് ആൻസർ. B എന്താ? തിരിച്ചുള്ളതാണ്. V ideal by real. ഡിഫറൻസ് അല്ല, ഡിഫറൻസ് ബിറ്റ്വീൻ വോളിയം അല്ല, നൺ ഓഫ് ദി എബോ. ഓക്കെ, ഓപ്ഷൻ ഈസ് ആൻസർ A. ഇനി 1 meter cube of an ideal gas at 500 Kelvin and 1000 kilopascal expands reversibly to 5 times its initial volume in an insulated container. If the specific heat capacity at constant pressure of the gas is 21 joule per mole Kelvin, what is the final temperature എന്നാണ് ചോദ്യം. അപ്പോൾ അത് വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുക, ആൻഡ് തന്നിരിക്കുന്ന ഡാറ്റ എഴുതുക. അതാണ് സിമ്പിളസ്റ്റ് വേ. അപ്പോൾ നമുക്ക് വേണ്ടത് ഫൈനൽ ടെമ്പറേച്ചറാണ്. ഇവിടെ വോളിയം 5 times മാറുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് വേണ്ടത്. അപ്പോൾ ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യും എന്ന് നോക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഒരു ഇറ്റ് ഈസ് എൻ ഇൻസുലേറ്റഡ് കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻസുലേറ്റഡ് കണ്ടെയ്നർ എന്ന് വെച്ചാൽ എന്താ? ഇൻസുലേറ്റഡ് കണ്ടെയ്നർ ഇൻസുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ദർ ഈസ് നോ ചേഞ്ച്, ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല, Q
അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇറ്റ് മീൻസ് ദി പ്രോസസ് ഇസ് അഡയാബാറ്റിക്. അപ്പോൾ അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ റിലേഷൻസ് ഏതൊക്കെയായിരുന്നു? പി വി റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ടി വി റേസ് ടു ഗാമ -1 ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇത് രണ്ടുമായിരുന്നു അഡയാബാറ്റിക്കിനുള്ള റിലേഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പറേച്ചറും വേണം, വോളിയം തന്നിട്ടുണ്ട്. സോ വി ക്യാൻ യൂസ് ദിസ് റിലേഷൻ. ഇനി ഗാമ കണ്ടുപിടിക്കണം. ഗാമ എന്താ? ഗാമ ഇസ് സി പി ഡിവൈഡഡ് ബൈ സി വി. ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സി പി മൈനസ് സി വി വിൽ ബി ഈക്വൽ ടു ആർ. അപ്പം സി പിയുടെ വാല്യൂ തന്നു 21 ആണ്. ആറിൻ്റെ അറിയാം 8.314. അപ്പോൾ അതിൽ നിന്ന് സി വി കിട്ടും. ഓക്കെ, പിന്നെ സി പി ബൈ സി വി കണ്ടുപിടിക്കാം വൺസ് യു എസ്റ്റിമേറ്റ്. അപ്പോൾ അത് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.65 ഓൾമോസ്റ്റ് കിട്ടും. ഇനി ബാക്കി ഇവിടെ ചെയ്താൽ മതി. T1 V1 raised to gamma -1 equal to T2 V2 raised to gamma -1, or T1 by T2 is equal to V2 by V1 raised to gamma -1. T1 500 ആണ്, ഡിവൈഡഡ് ബൈ T2 അതാണ് കണ്ടുപിടിക്കേണ്ടത്. V2 5 മീറ്റർ ക്യൂബ്, V1 1 മീറ്റർ ക്യൂബ്. 5 ടൈംസ് ഇറ്റ്സ് ഇനീഷ്യൽ വോളിയം എന്നാണ് ചോദ്യം. ഗാമ 1.65 -1. അപ്പോൾ ഇതിൽ നിന്ന് സോൾവ് ചെയ്താൽ T2 ഒരു 175.4 കെൽവിന് കിട്ടും. നിയറസ്റ്റ് ആയിട്ട് വരുന്നത് 176 ആണ്. സോ യു ക്യാൻ ചൂസ് 176 ആസ് ദി ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പിക്ക് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഓരോന്നും വായിക്കുക. എൻട്രോപ്പി ആൻഡ് എൻതാൽപ്പി ആർ പാത്ത് ഫങ്ഷൻസ് അല്ല, ദേ ആർ പോയിൻ്റ് ഓർ സ്റ്റേറ്റ് ഫങ്ഷൻസ്. ഇനീഷ്യൽ ഫൈനൽ കണ്ടീഷൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. സെക്കൻഡ്, ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം എനർജി ക്യാൻ ബി എക്സ്ചേഞ്ച്ഡ് വിത്ത് ദി സറൗണ്ടിങ്സ് വൈൽ മാറ്റർ കനോട്ട് ബി. അതും തെറ്റല്ലേ? ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എന്തില്ല? ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എനർജിയും പറ്റില്ല, മാസും പറ്റില്ല. അല്ല, ശരിയാണ്. ഇതാണ് ബി ഈസ് ദി റൈറ്റ് ആൻസർ. സോറി. ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എനർജി എക്സ്ചേഞ്ച് നടക്കും, പക്ഷേ മാസ് പറ്റില്ല. സോ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഐസൊലേറ്റഡ് സിസ്റ്റത്തിലാണ് എനർജിയും മാസും മൂവ് ചെയ്യാത്തത്. ഓപ്പൺ സിസ്റ്റത്തിൽ രണ്ടും മൂവ് ചെയ്യാം. ഓൾ നാച്ചുറൽ പ്രോസസ്സസ് ആർ റിവേഴ്സിബിൾ ഇൻ നേച്ചർ. അല്ലാതെ നമ്മൾ പറഞ്ഞു നാച്ചുറൽ പ്രോസസ്സ് എല്ലാം ഇറിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. വർക്ക് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ല, വർക്ക് പാത്ത് ഫംഗ്ഷനാണ്. ഏത് പാത്തിനെ ചൂസ് ചെയ്യുന്നതിന് ഡിപ്പെൻഡ് ചെയ്യും. സോ ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ് റിഗാർഡിംഗ് ദി ക്ലോസ്ഡ് സിസ്റ്റം. നെക്സ്റ്റ് വൺ, എൻട്രോപ്പി വിച്ച് ഇസ് ദി മെഷർ ഓഫ് ഡിസോർഡർ ഓഫ് ദി സിസ്റ്റം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ അല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ അല്ല, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഓൾസോ. സി 0 അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ ഫോർ എ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്. അപ്പോൾ അതാണ് ആൻസർ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എൻട്രോപ്പി ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. പ്രഷർ മാറിയാലും ടെമ്പറേച്ചർ മാറിയാലും എൻട്രോപ്പി ചേഞ്ച് ചെയ്യും. സോ അത് തെറ്റാണ്. സോ റൈറ്റ് ആൻസർ ഇസ് സി 0 അറ്റ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ ഫോർ എ പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്. അത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഓൾ എ ബി സി ഉണ്ട്, അത് എഴുതി കുത്തരുത്. അതിന് മുമ്പ് ഒന്നുകൂടെ നോക്കുക. എൻട്രോപ്പി ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഡോ എസ് ബൈ ഡോ ടിയും ഡോ എസ് ബൈ ഡോ വി ഒക്കെ നമുക്ക് എഴുതാം. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ജൂൾ തോംസൺ പോറസ് പ്ലഗ് എക്സ്പെരിമെൻറ്റ് ദി എൻതാൽപ്പി ഡസ് നോട്ട് റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. അത് തെറ്റാണ്. എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആണ്, ഐസ് എൻതാൽപ്പിക്കാണ്. ദി എൻറ്റയർ അപ്പാരറ്റസ് ഇസ് എക്സ്പോസ്ഡ് ടു ദ സറൗണ്ടിങ്സ്. അതും തെറ്റാണ്. നമ്മൾ പഠിച്ചു ഇറ്റ് ഈസ് ഇൻസുലേറ്റഡ്. ഓക്കെ, ചൂട് വെളിയിൽ പോകാതിരിക്കാൻ, അഡയാബാറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ വി ആർ ഐസൊലേറ്റിംഗ് ഇറ്റ്. അപ്പം എക്സ്പോസ്ഡ് അല്ല. തേർഡ് വൺ, ടെമ്പറേച്ചർ റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് അല്ല, അതാ ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഒൺലി ഫോർ ഐഡിയൽ ഗ്യാസ്.
ഐഡിയൽ ഗ്യാസിന് മാത്രം ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല, അല്ലെങ്കിൽ ജൂൾ തോംസൺ എക്സ്പെരിമെൻ്റ് ഇല്ല, എഫക്റ്റ് ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചത്. സോ ടെമ്പറേച്ചർ വിൽ വേരി, ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഡി ആണ്, നൺ ഓഫ് ദിസ് ആണ്. ഇതെല്ലാം തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഇൻറ്റേർണൽ എനർജി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഉള്ളി. അത് നമ്മൾ പഠിച്ചതാണ്. ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി ഓഫ് ഐഡിയൽ ഗ്യാസ് എല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ്, അതെല്ലാം ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന എൻറ്റിറ്റീസാണ്. സൈസ്, പ്രഷർ, വോളിയം ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ, ഇൻറ്റേർണൽ എനർജി ആസ് വെൽ ആസ് എൻതാൽപ്പി. ഇനി അടുത്തത് ഒരു ന്യൂമറിക്കലാണ്. 1 mole of nitrogen at 8 bar and 600 Kelvin is contained in a piston cylinder arrangement. It is brought to 1 bar isothermally against. അപ്പം അതൊന്നുമില്ല, ഐസോതെർമൽ പ്രോസസ്സാണ്. ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സോ യു വിൽ ഹാവ് എ പിസ്റ്റൺ സിലിണ്ടർ. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇതൊരു സിലിണ്ടറാണ്. ആ പിസ്റ്റനെ നമുക്കിങ്ങനെ ഇത് വെച്ച് പുഷ് ചെയ്യുകയോ പുള്ള് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഐസോതെർമൽ പ്രോസസ്സാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട് ഫോർ വർക്ക് ഡൺ. W is equal to RT ln V2 by V1, അല്ലെങ്കിൽ W is equal to RT ln P1 by P2. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇത് എങ്ങനെ വർക്കിന് ഇക്വേഷൻ ഉണ്ടല്ലോ, P ഡെൽറ്റ V, അതിനെ PdV എന്ന് എഴുതാം. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. പ്രഷറിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? RT by V എന്നാക്കാം. ഓക്കെ, അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഈ എക്സ്പ്രഷൻസ്. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ എപ്പോഴും അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ കെൽവിൻ. അത് ചെക്ക് ചെയ്തിരുന്നാൽ മതി. ആറിൻ്റെ വാല്യൂ അറിയാം, ടിയുടെ വാല്യൂ അറിയാം. P1 ഇനീഷ്യലി അറ്റ് 8 ബാർ ആണ്, 8 ഡിവൈഡഡ് ബൈ 1. ln എന്താ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നാച്ചുറൽ ലോഗരിതമാണ്, അല്ലെങ്കിൽ ലോഗ് ബേസ് ഇ ആണ് ln ആയിട്ട് നമ്മൾ എഴുതുന്നത്. വെറുതെ ലോഗ് എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് ഇറ്റ് ഈസ് ബേസ് 10. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ പഠിച്ചു വെക്കുക. 1 തൊട്ട് 10 വരെയുള്ള ലോഗിൻ്റെയും lnൻ്റെയും വാല്യൂ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. സച്ച് എ ക്വസ്റ്റ്യൻ കംസ് യു ക്യാൻ റൈറ്റ്. അപ്പോൾ അതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ എസ് ബി 10373 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇസ് ഹെൽപ്ഫുൾ ഇൻ predicting the extent of a reaction. അല്ല, അത് സെക്കൻഡ് ലോ ആണ്. കാൽക്കുലേറ്റിംഗ് ദി അബ്സല്യൂട്ട് എൻട്രോപ്പീസ് ഓഫ് സബ്സ്റ്റൻസസ് അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ, അത് ശരിയാണ്. ഇവാലുവേറ്റിംഗ് എൻട്രോപ്പി ചേഞ്ചസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അതും ശരിയാണ്. ബിയും സിയും ശരിയാണ്. സോ ബോത്ത് ബി ആൻഡ് സി വിൽ ബി അവർ ആൻസർ. ഇനി 26. എൻട്രോപ്പി ചേഞ്ച് ഫോർ എൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ടേക്കിംഗ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ടുഗദർ ഇസ്. അപ്പം സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് എന്താ? ഡെൽറ്റ എസ് സറൗണ്ടിങ് പ്ലസ് ഡെൽറ്റ എസ് സിസ്റ്റം. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് വിളിക്കാം. ഇനി പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞു, മീനിങ് അതൊരു ഫീസിബിൾ പ്രോസസ്സാണ്. അപ്പം ഡെൽറ്റ എസ് യൂണിവേഴ്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. ഈക്വൽ ടു 0 ഹൈപ്പോത്തറ്റിക്കൽ കേസ് വെയർ ഇറ്റ് ഈസ് എൻ റിവേഴ്സിബിൾ സിസ്റ്റം. അപ്പോൾ എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് മസ്റ്റ് ഇൻക്രീസ്. അപ്പോൾ ഓപ്ഷൻ വിൽ ബി ബി. ഓക്കെ, അത് ജനറൽ കണ്ടീഷൻ ഫോർ ഫീസിബിലിറ്റി, അല്ലെങ്കിൽ ലോ ഓഫ് ഇൻക്രീസിങ് എൻതാൽപ്പി, പ്രിൻസിപ്പിൾ ഓഫ് എൻട്രോപ്പി ഇൻക്രീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോഡേസ് ലിക്വിഫാക്ഷൻ പ്രോസസ് എംപ്ലോയ്സ് ദി കൂളിംഗ് ബൈ എക്സ്പാൻഷൻ ഇൻ ആൻ എൻജിൻ. അത് ഞാൻ റിവിഷനിൽ പറഞ്ഞതാണ്. ഫോളോയിങ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ. ത്രോട്ടിലിംഗ് ഏതാ? ലിൻ്റെ പ്രോസസ്സാണ്, അത് അറിയാമല്ലോ. ദെൻ the adiabatic throttling process of a perfect gas is one of constant enthalpy in which there is a temperature drop. എപ്പോഴും ടെമ്പറേച്ചർ ഡ്രോപ്പ് ആണെന്ന് പറയാൻ പറ്റില്ല, ടെമ്പറേച്ചർ ഇൻക്രീസും ഉണ്ടാകാം. which is exemplified by a non-steady flow expansion. നോൺ സ്റ്റഡി അല്ല, സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേഷൻ തന്നെയാണ്. അവിടെ നമ്മൾ മറ്റ് ഫ്ലോ എലമെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല. ഡോ ബൈ ഡോ ടി ടേംസ് ഒക്കെ നമ്മൾ 0 ആയിട്ടാണ് നോക്കുന്നത്. which can be performed in a pipe with a constriction. അത് ശരിയാണ്. പോറസ് പ്ലഗ് എക്സ്പെരിമെൻ്റ് ഓർമ്മയുണ്ടല്ലോ, ഒരു പൈപ്പിൽ നമ്മളൊരു പോറസ് ആയിട്ടുള്ളൊരു പ്ലഗ്, കോട്ടൺ അല്ലെങ്കിൽ സിൽക്കിൻ്റെ ഒരു പ്ലഗ് വെച്ചിട്ടാണ് എക്സ്പെരിമെൻ്റ് ചെയ്തത്. സോ ഓപ്ഷൻ സി ഈസ് റൈറ്റ്. ഓപ്ഷൻ ഡി ടെമ്പറേച്ചർ ഇൻക്രീസ്, അതും കൺഫേം അല്ല, ടെമ്പറേച്ചർ ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഇസ് സി.
Next question, an isolated system can exchange dash with its surroundings. Isolated ആണ്, neither matter nor energy. രണ്ടും പറ്റില്ല isolated systemത്തിന്. 30. Fugacity is most helpful in representing actual behavior of real gas. അത് തന്നെയാണ് ആൻസർ. That is the right answer. Representing actual behavior of ideal gas. Ideal gasന് fugacity ഇല്ല. It is equivalent to the pressure. The study of chemical equilibrium involving gases at atmospheric pressure. ഇല്ല, അതും fugacity വെച്ച് നമ്മൾ ചെയ്യുന്നില്ല. കെമിക്കൽ ഇക്വിലിബ്രിയയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെൽറ്റ ജി അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജിയാണ്. ഡി നൺ ഓഫ് ദി അബവ്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. ഇനി ദി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആർ. അപ്പോൾ ഇൻറ്റൻസീവ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ എ നോക്കാം, മോളാർ വോളിയം. അപ്പോൾ മോളാർ വോളിയം എന്ന് വെച്ചാൽ എന്താ? ലിറ്റർ പെർ മോൾ. അപ്പോൾ ഒരു മോളിൻ്റെ വോളിയമാണ് മോളാർ വോളിയം, വിച്ച് ഈസ് ആൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. കാരണം എന്താ? ഒരു മോളിൻ്റെ വോളിയം മാറില്ല, ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഡെൻസിറ്റി ഈസ് അഗെയിൻ മാസ് ഡിവൈഡഡ് ബൈ വോളിയം, അല്ലെങ്കിൽ ഒരു മീറ്റർ ക്യൂബിനകത്ത് എത്ര മാസ് ഉൾക്കൊള്ളും എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് അഗെയിൻ ഇൻറ്റൻസീവ്. വിസ്കോസിറ്റി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അത് ഇപ്പോൾ 1 കിലോ എടുത്താലും 10 കിലോ എടുത്താലും വിസ്കോസിറ്റി മാറില്ല. ബോയിലിംഗ് പോയിൻ്റ് ഇൻറ്റൻസീവ് ആണ്. സോ ഓപ്ഷൻ എ റൈറ്റ് ആണ്. ബിയും സിയും ഒക്കെ നോക്കിയേക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആൻഡ് സർഫസ് ടെൻഷൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണ്, സർഫസ് ടെൻഷനും ഇൻഡിപെൻഡൻറ്റ്. സോ ഇതെല്ലാം എയും ബിയും, ബോത്ത് എ ബി ഈസ് ദി ആൻസർ. ഓൾ ആർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, ഒന്നും മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ STP. അത് കെമിസ്ട്രി +1 പഠിക്കുന്നതാണ്. 273 കെൽവിനും 180 m പ്രഷർ. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. അപ്പോൾ ഇതിൽ നോക്കാം, 273ക്ക് 0 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എഴുതാം. ഇറ്റ് ഈസ് റൈറ്റ്. 180 m പ്രഷറിനെ mmHgയിലാക്കിയാൽ 750 mmHg ആണ്. സോ ഓപ്ഷൻ എ ശരിയാണ്. ബി 15 ഡിഗ്രി അല്ല, ഇവിടെയും 15 ഉണ്ട്. 0 ഡിഗ്രി 1 കിലോഗ്രാം ഫോഴ്സും അല്ല. സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. 33. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ്സസ് എക്സാംപ്ലിഫൈസ് ആൻ അഡയാബാറ്റിക് പ്രോസസ്. അപ്പോൾ ഇതിൽ ഏതാണ് അഡയാബാറ്റിക്കിന് എക്സാമ്പിൾ എന്ന ചോദ്യം. അപ്പോൾ മെൽറ്റിംഗ് ഓഫ് ഐസ് അഡയാബാറ്റിക് അല്ല, കാരണം അവിടെ ചേഞ്ചിൻ്റെ ഹീറ്റ് എനർജി ലേറ്റൻറ്റ് ഹീറ്റൊക്കെ വരുന്നുണ്ട്. അല്ല. കണ്ടൻസേഷനും അഡയാബാറ്റിക് അല്ല, ദർ ഇസ് ലേറ്റൻറ്റ് ഹീറ്റ് ഇൻവോൾവ്. സഡൻ ബേസ്റ്റിംഗ് ഓഫ് എ ബൈസൈക്കിൾ ട്യൂബ്, ദാറ്റ് ഈസ് അഡയാബാറ്റിക്. സഡനായിട്ട് നടക്കുന്നതെല്ലാം കൂടുതൽ അഡയാബാറ്റിക് ആണ്. കാരണം എന്താ? അവിടെ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ സമയമില്ല. നോ ടൈം ഫോർ ഹീറ്റ് എക്സ്ചേഞ്ച്, നോ ടൈം ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അതുകൊണ്ട് ദാറ്റ് വിൽ ബി അഗൈൻ ഇവോപ്പറേഷൻ, ഫേസ് ചേഞ്ച് ആണ്. അവിടെ എല്ലാം ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്. സോ ഓൺലി ഫോർ ഓപ്ഷൻ സി ഇറ്റ് വിൽ ബി എൻ അഡയാബാറ്റിക് പ്രോസസ്. അടുത്തത്, വിച്ച് വൺ ഈസ് ട്രൂ ഫോർ എ ത്രോട്ടിലിംഗ് പ്രോസസ്. അപ്പോൾ ത്രോട്ടിലിംഗും നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി ജൂൾ തോംസൺ പ്രോസസ്സാണ് ത്രോട്ടിലിംഗ്. അപ്പം ഗ്യാസ് മേ ഹാവ് മോർ ദാൻ 1 ഇൻവേർഷൻ ടെമ്പറേച്ചർ. ഇല്ല, ഒരു ഗ്യാസിന് ഒരു ഇൻവേർഷൻ ടെമ്പറേച്ചറേ ഉണ്ടാവും. നമ്മളത് പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ പോവുകയാണ്. സോ ദിസ് ഇസ് ദി മാക്സിമ. അവിടെ ആയിരിക്കും നമ്മുടെ ഇൻവേർഷൻ U0 ആയിട്ട്. അപ്പോൾ ഒരു ഗ്യാസിന് ഈ ഗ്രാഫ് ഒരെണ്ണേ ഉണ്ടാവും. സോ ഇൻവേർഷൻ ടെമ്പറേച്ചർ ഫോർ ഡിഫറെൻറ്റ് ഗ്യാസസ്, അത് ശരിയാണ്, പല ഗ്യാസിന് പല ഇൻവേർഷൻ ടെമ്പറേച്ചറാണ്. ദാറ്റ് ഈസ് ട്രൂ. ഇൻവേർഷൻ ടെമ്പറേച്ചർ ഇസ് സെയിം ഫോർ ഓൾ ദി ഗ്യാസസ് അല്ല. ദി ഇൻവേർഷൻ ടെമ്പറേച്ചർ ഇസ് ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് ഇസ് ഇൻഫിനിറ്റി, അതുമല്ല. ഇൻവേർഷൻ ടെമ്പറേച്ചറിൽ μJT ഈസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ∂V/∂P അറ്റ് കോൺസ്റ്റൻറ്റ് H ഇസ് ഈക്വൽ ടു 0 ആവുന്ന പോയിൻ്റാണ് ഇൻവേർഷൻ പോയിൻറ്റ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ബി ആണ്. നെക്സ്റ്റ് 35. വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എനർജിക്ക് പോകാം, മാസ് പോവില്ല. എയർ കംപ്രസർ അല്ല, ഓപ്പൺ ആണ്, എയർ അകത്ത് വരുന്നു, വെളിയിൽ പോകുന്നുണ്ട്. ബി ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഓഫ് ആൻ ഓട്ടോമൊബൈൽ, ദാറ്റ് ഈസ് ദി ആൻസർ. കാരണം എന്താ? അവിടെ കൂളൻ്റ് ടാങ്കിലാണുള്ളത്, അത് റേഡിയേറ്ററിൽ വന്ന് കൂളിംഗ് ഒക്കെ നടത്തി തിരിച്ച് ടാങ്കിലേക്ക് തന്നെ പോവുകയാണ്. സോ ഇറ്റ് ഈസ് എ ക്ലോസ് സിസ്റ്റം. വെളിയിൽ നിന്ന് മാസൊന്നും വരുന്നില്ല, ബട്ട് എനർജി ഈസ് ട്രാൻസ്ഫറിങ്. റേഡിയേറ്ററിൽ ആ ചൂട് വരുമ്പോൾ അത് എയർ വെച്ച് കൂളാവുന്ന, ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. സോ അത് ഒരു ക്ലോസ് സിസ്റ്റമാണ്. ദർ ഈസ് നോ എക്സ്റ്റേണൽ മാസ്, പക്ഷേ എനർജി ട്രാൻസ്ഫർ ഉണ്ട്. ബോയിലറിലും ദർ ഈസ് ട്രാൻസ്ഫർ ഓഫ് മാസ്, വേപ്പേഴ്സ് വെളിയിൽ പോയി നമ്മളത് കണ്ടൻസ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. സോ ബി ഈസ് ദി റൈറ്റ് ആൻസർ.
Then requisite for an irreversible process is that system and surrounding pressure be equal ആവണമെന്നില്ല. Friction in the system should be absent. That is the right answer. Friction, viscous effect, heat loss അങ്ങനത്തെ എല്ലാ എഫക്റ്റും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പിലും ഇക്വിലിബ്രിയം അസ്യൂം ചെയ്യുന്നതാണ് എന്താ റിവേഴ്സിബിൾ പ്രോസസ്സ്. ടെമ്പറേച്ചർ ഈക്വൽ ആവണമെന്നില്ല നൺ ഓഫ് ദീസ്. അപ്പം ഫ്രിക്ഷൻ പോലത്തുള്ള എനർജി ലോസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവോയ്ഡ് ചെയ്യുക. ഫ്രിക്ഷൻ വിസ്കസ് എഫക്ട്സ് ഒന്നുമില്ല. Then for a spontaneous process in an isolated system, the entropy, നേരത്തെ പറഞ്ഞ തന്നെ entropy will keep on rising, ds greater than 0. spontaneous ആണ്, equal to 0 അല്ല. spontaneous പ്രോസസ്സുകൾ ഒന്നും റിവേഴ്സിബിൾ അല്ല, they are all irreversible. Then the expression, ഇത് എൻട്രോപ്പിയുടെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആണ്. so the first part it represents expansion of an ideal gas. അപ്പോൾ ഇത് എക്സ്പാൻഷനെ കാണിക്കുന്നുണ്ട് where there is volume change, and the second part shows heating, temperature change. അപ്പം ഇത് it is the simultaneous heating and expansion of an ideal gas. reversible isothermal അല്ല, cooling അല്ല, heating മാത്രമല്ല. ഫസ്റ്റ് പാർട്ട് എക്സ്പാൻഷൻ വോളിയം ചേഞ്ച് ഉണ്ട്, സെക്കൻഡ് പാർട്ട് ടെമ്പറേച്ചർ ചേഞ്ച് ഷോയിങ് ഹീറ്റിംഗ്. അപ്പം എക്സ്പാൻഷനും ഹീറ്റിങ്ങും ഒരുപോലുള്ള പ്രോസസ്സ് തന്നെ. ഇനി the critical temperature is defined as the temperature above which a gas will not liquefy immediately liquefy അല്ല, never liquefy however, അതാണ് ആൻസർ. ഓക്കെ, ഇത് ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെ നമുക്ക് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ താഴെ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു ഗ്യാസ് ലിക്വിഫൈ ചെയ്യാൻ പറ്റൂ നമുക്ക്. അപ്പോൾ അതിൽ എത്രത്തോളം പ്രഷർ നമ്മൾ കൂട്ടിയെന്ന് പറഞ്ഞാലും ദി ഗ്യാസ് വിൽ നോട്ട് ലിക്വിഫൈ അൺലെസ് അൺടിൽ ഇറ്റ് ഈസ് ലോവർ ദാൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് എബവ് ആണെങ്കിൽ ഒരു ഗ്യാസ് ഒരിക്കലും ലിക്വിഫൈ ചെയ്യില്ല. പ്രഷർ എത്ര നമ്മൾ കംപ്രസ് ചെയ്താലും അത് ലിക്വിഫൈ ആവില്ല. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ദി എനർജി ചേഞ്ച് ഓഫ് എ സിസ്റ്റം അണ്ടർഗോയിങ് ഇറിവേഴ്സിബിൾ, അത് ഫസ്റ്റ് ലോ ആണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ലോ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ, അതും ഫസ്റ്റ് ലോയുടെയാണ്. ദി ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് റിമെയിൻസ് ദി സെയിം. എല്ലാം ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ നൺ ഓഫ് ദി എബവ് ആണ് ആൻസർ. സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഇതിൽ വരുന്നില്ല. മോളിയർ ചാർട്ട് എൻതാൽപ്പി എൻട്രോപ്പി ഡയഗ്രാം, HS ഡയഗ്രത്തിനെയാണ് മോളിയർ ചാർട്ട് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി HS ഡയഗ്രാം ഓർ ദി എൻതാൽപ്പി എൻട്രോപ്പി ഡയഗ്രാം. ദി കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ഗിവൺ ബൈ, അപ്പോൾ ഇത് ജാക്കോബി നൊട്ടേഷനാണ്. അപ്പോൾ ജാക്കോബി നൊട്ടേഷനിൽ എങ്ങനെ എഴുതും എന്നാണ്. അപ്പം വോളിയം എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, ബീറ്റ ഈസ് ഈക്വൽ ടു 1/v dou v by dou t at constant pressure. ഇതാണ് ബീറ്റയുടെ ഇക്വേഷൻ. ഇനി ഇതിനെ ജാക്കോബിലേക്ക് മാറ്റിയാൽ 1/v പോലെ തന്നെ നിൽക്കും. ഇതിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം v വിത്ത് റെസ്പെക്ട് ടു t at constant pressure. അപ്പം സ്ക്വയർ ബ്രേസസ് v, p ഡിവൈഡഡ് ബൈ t, p. അപ്പം ഇങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവിനെ ജാക്കോബിയാക്കി മാറ്റുന്നത്. സോ ഇവിടുത്തെ ആൻസർ വിൽ ബി D, 1/v vp by tp. അടുത്തത് ഗിബ്സ് ഹെൽംഹോൾട്സ് ഇക്വേഷൻ ഏതാണെന്നാണെന്ന് ഉള്ളത് അതിൽ ചോദ്യം. അപ്പോൾ അത് നമുക്ക് നോർമൽ ഫോമിലല്ല. അപ്പോൾ നോർമൽ ഫോം ഒന്ന് എഴുതി നോക്കാം. നോർമൽ ഫോമിൽ ഡോ g/t by dou t at constant pressure is equal to -h divided by t square ആണ്. ഇനി g/tനെ രണ്ട് വേരിയബിളായിട്ട് എടുക്കാം, ജിയും 1/tയും. എന്നിട്ട് ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പം g ഇൻറ്റു -1/t സ്ക്വയർ, അതാണ് ആദ്യത്തേത്, പ്ലസ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ തന്നെ, ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഡോ ടി ബൈ ഡോ ടി തന്നെ വരും. അല്ല, അതിന് ഡെറിവേറ്റീവ് ഇല്ല, ദാറ്റ് വിൽ ബി 1/t ഇറ്റ് സെൽഫ്, നേരത്തെ നമ്മൾ ചെയ്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു -h ഡിവൈഡഡ് ബൈ
ടി സ്ക്വയർ. ഇനി ടി സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ജി ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് ടി ഇൻറ്റു 2g/2t അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ടി സ്ക്വയർ കൊണ്ട് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ, അപ്പോൾ ഇവിടെ അത് ക്യാൻസൽ ആവും. ഇവിടെ ടി സ്ക്വയർ വെച്ചാൽ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് ഒരു ടി മാത്രമാവും. -h ടി സ്ക്വയർ ചെയ്താൽ ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റിനാണ്. അപ്പം G1 ഇങ്ങനെ എഴുതാം, G2 എങ്ങനെ എഴുതാം? G2 ഈസ് ഈക്വൽ ടു H2 പ്ലസ് ടി ഇൻറ്റു ∂G2/∂t അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഡിഫറൻസ് എടുത്താൽ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഇൻറ്റു ∂Δg/∂t അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. ബാക്കിയെല്ലാം തെറ്റാണ്. ഇതൊന്നും ഡെൽറ്റ ജിയുടെ എക്സ്പ്രഷൻസ് അല്ല. സോ ദാറ്റ് ഈസ് ദി ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ. ഇനി 44, all gases during throttling at atmospheric temperature and pressure show a cooling effect except hydrogen and helium. ഹൈഡ്രജൻ്റെ ഹീലിയം നമ്മൾ പറഞ്ഞു 20ഉം 100 കെൽവിനും താഴെ കൊണ്ടുവന്നാൽ ഹൈഡ്രജനും ഹീലിയത്തിനും കൂളിംഗ് എഫക്റ്റ് കിട്ടും. എൽസ് ദേ വിൽ ഷോ ഹീറ്റിംഗ് എഫക്റ്റ്. പിന്നെ എ സാമ്പിൾ ഓഫ് ഗ്യാസ് എക്സ്പാൻസ്, അപ്പോൾ അതൊരു ന്യൂമറിക്കലാണ്. എ സാമ്പിൾ ഓഫ് ഗ്യാസ് എക്സ്പാൻസ് ഫ്രം 200 cc. cc എന്താണ്? cc ഈസ് നത്തിങ് ബട്ട് സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. യൂണിറ്റ്സും കൺവേർഷൻസും നല്ലോണം അറിയണം. അപ്പം സെൻറ്റിമീറ്റർ ക്യൂബിനെ നമുക്ക് 1 centimeter ക്യൂബ് is same as 1 milliliter ആണ്. that will be 10⁻³ ലിറ്റർ. ഇനി അടുത്ത യൂണിറ്റ് ഇവിടെ ടോർ ആണ്. അപ്പം ടോർ എന്താണ്? 1 ടോർ is equivalent to 1 mmHg നമുക്ക് എഴുതാം. ഈ 1 mmHg എന്താ? 760 mmHg ആണ് 1 ATM. ഓക്കെ, ATMത്തിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യാതുകൊണ്ട് ഈ കൺവേർഷൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ്? ഗ്യാസസ് എക്സ്പാൻഡിങ് എന്ന് പറഞ്ഞു, പ്രഷർ തന്നിട്ടുണ്ട്, ഹീറ്റ് തന്നിട്ടുണ്ട്, ചേഞ്ചിങ് എനർജി അതായത് ഡെൽറ്റ യു ആണ് കണ്ടുപിടിക്കേണ്ടത്, ഹീറ്റ് ക്യൂ തന്നിട്ടുണ്ട്, വർക്ക് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പം വർക്ക് ഓഫ് എക്സ്പാൻഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, W = P ഡെൽറ്റ വി എന്ന് പറഞ്ഞു, വേർ P ഈസ് ദി പ്രഷർ. അപ്പോൾ ഇവിടെ പ്രഷർ 750 ടോറാണ്. അപ്പം 750 1 ടോറ് 1 mmHg. അപ്പം 750 ടോറ് 750 mmHg ആണ്. അപ്പോൾ 760 mmHg 1 ATM ആണ്. അപ്പോൾ 750 x എന്നിട്ടാൽ ബൈ യൂണിറ്ററി മെത്തേഡ് ഇറ്റ് വിൽ ബി 750 ഡിവൈഡഡ് ബൈ 760 എന്ന് കിട്ടും. അപ്പം ഇനി ATM ടു പാസ്കൽ കൺവേർട്ട് ചെയ്താലോ? 1 ATM to Pascal, 1 ATM is equal to 101.325 kilopascal. അപ്പോൾ ഈ കൺവേർഷനും ഓർത്തിരിക്കുക, കാരണം യൂണിറ്റ്സ് ഫൈനൽ ആൻസർ നമുക്ക് ജൂളിലും ഒക്കെ തന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് സേഫർ ടു യൂസ് SI സിസ്റ്റം. അപ്പം പ്രഷർ 750/760 ആണ്. 750/760. ഇതിപ്പം നമ്മൾ ടോറിനെ എങ്ങോട്ട് മാറ്റി? ATMത്തിലേക്ക് മാറ്റി. ഇൻറ്റു 101.325 ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം ആണ്. അപ്പം 500 മൈനസ് 200, ഇത് CCയിലാണ്, അതിനെ ലിറ്ററിലാക്കാൻ മൾട്ടിപ്ലൈ വിത്ത് 10⁻³ അപ്പോൾ ഇൻറ്റു 10⁻³ അപ്പോൾ ഇതെല്ലാ കൺവേർഷനും ചെയ്ത് കിട്ടുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 30 ജൂൾ എന്ന് കിട്ടും. സോ 30 ജൂളാണ് വർക്ക് ഡൺ. ഇനി Q തന്നിട്ടുണ്ട്. Q ഈസ് ഫ്ലോയിങ് ഇൻ ടു ദ സിസ്റ്റം, പോസിറ്റീവ് ആണ്. സോ Q ഈസ് പ്ലസ് 1.5 ജൂൾസ്. അപ്പം വർക്ക് ഡെൽറ്റ യു, ദാറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ എനർജി, ദാറ്റ് ഈസ് Q മൈനസ് W, 1.5 മൈനസ് 30 -28.5 ജൂൾ എന്ന് കിട്ടും. സോ അത് ആൻസറിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ഈസ് -28.5 ജൂൾ. അപ്പോൾ അതൊരു സിമ്പിൾ എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി നെക്സ്റ്റ് 46th വൺ, HS ഡയഗ്രത്തിൽ ഡോമോ വേപ്പർ ലിക്വിഡ് മിക്സ്ചറാണ്. ഡോമിനകത്ത് എപ്പം വന്നാലും ഇറ്റ് വിൽ ബി എ വേപ്പർ ലിക്വിഡ് മിക്സ്ചർ. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇവിടെ ലിക്വിഡ്, ഇവിടെ വേപ്പർ ലിക്വിഡ്, ഇവിടെ ഗ്യാസ്. ഇത് പ്രഷർ, ടെമ്പറേച്ചർ, ഇതിൽ വേപ്പർ ലിക്വിഡ് ആണ് ഓൾവേസ് ദി ഡോം ഷേപ്ഡ് റീജിയൻ.
അടുത്തത് again a numerical ആണ്. എന്താ question? 2 kilogram of water at 80 degrees Celsius is mixed adiabatically with 3 kilogram of water at 30 degrees Celsius in a constant pressure process of 1 atm. Increase in entropy of the system ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് we have 2 kilogram water ഉണ്ട്, അത് 80 ഡിഗ്രിയിലാണ്, that is equivalent to 350 Kelvin. പിന്നെ 3 kilogram of water at 30 ഡിഗ്രി, അത് 303 Kelvin ആണ്. അപ്പോൾ ഇതാണ് മിക്സ് ചെയ്യുന്ന പോയിന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ അഡയബാറ്റിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് മിക്സ്ഡ് അഡയബാറ്റിക്കലി എന്ന് പറഞ്ഞു. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, നോ HT. അപ്പം വെളിയിൽ നിന്ന് ഹീറ്റൊന്നും വരുന്നില്ല. അപ്പം നമുക്ക് വെറുതെ എനർജി ബാലൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പം എനർജി ബാലൻസ് എന്താ? MCP ഡെൽറ്റ T. ഓക്കെ, അപ്പം ഇത് 1ഉം ഇത് 2 ആയിട്ട് എടുക്കാം. അപ്പം M1 CP ഡെൽറ്റ T is equal to M2 CP ഡെൽറ്റ T. ഇപ്പോൾ CP വെട്ടിപ്പോയി, M1 അറിയാൻ 2, ഇവിടത് 80 മൈനസ് TM. ഈ നടുക്കുള്ളത് മിക്സിംഗ് റീജിയൻ ആണ്, അവിടെ നമുക്ക് മിക്സ് ഇപ്പോൾ TM എന്ന് വിളിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു M2 എത്ര 3 കിലോ ഇൻറ്റു TM മൈനസ് 30. അപ്പോൾ ഇതിൽ സോൾവ് ചെയ്താൽ നമുക്ക് TM is equal to 50 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 323 Kelvin എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചറും കിട്ടിക്കഴിഞ്ഞു. ഇനി എൻട്രോപ്പി കണ്ടുപിടിക്കാൻ എൻട്രോപ്പിയുടെ ഇക്വേഷൻ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഡെൽറ്റ എസ്, ഇപ്പോൾ രണ്ടിൻ്റെയും കൂടെ ടോട്ടലാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എസ് ടോട്ടൽ അല്ലെങ്കിൽ മിക്സ്ചർ എന്നൊക്കെ വിളിക്കാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ എസ് എന്താണ്? ഇൻ്റഗ്രൽ ഡെൽറ്റ എസിൻ്റെ ഇക്വേഷൻ അറിയാലോ, Q/T ആണ്. ക്യൂവിന് പകരം MCP ഡെൽറ്റ T കൊടുക്കുക, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇൻ്റഗ്രൽ M1 CP ഇൻറ്റു DT/T പ്ലസ് ഇൻ്റഗ്രൽ M2 CP ഇൻറ്റു DT/T. അപ്പം ഇവിടെ 353 ആയിരുന്നു ഇനീഷ്യലി, അത് 323 ആയി. ഇവിടെ 323യിൽ നിന്ന് 303 ആയിരുന്നു, അത് 323യിലേക്ക് റൈസ് ചെയ്യും. അപ്പോഴാണ് മിക്സിംഗ് നടക്കുക. CPയുടെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, മാസ് അറിയാം, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് വരും, ln T2/T1 വരും. അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ വിൽ ബി 0.05915 എന്ന് കിട്ടും. ഓക്കെ, എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്, മാസ് അറിയാം, CP തന്നിട്ടുണ്ട് 4.187 തന്നിട്ടുണ്ട്. DT/T ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് T വരും, അപ്പോൾ ലോഗ് T2/T1 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 323 ഡിവൈഡ് ബൈ 353 അതുപോലെ മുകളിൽ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഇസ് ബി, പോസിറ്റീവ് ആണ്, ബി ആണ് ആൻസർ. 0.05915 എന്ന് കിട്ടും. ഇനി when a system undergoes an irreversible cycle, irreversible സൈക്കിളിലാണെങ്കിലും ക്ലോഷ്യസ് ഇനിക്വാളിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. ക്ലോഷ്യസ് ഇനിക്വാളിറ്റി ഡെൽറ്റ എസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എസ് is equal to Q റിവേഴ്സിബിൾ ബൈ T എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് സൈക്ലിക് പ്രോസസ്സായിട്ട് മാറ്റുകയാണ്, അപ്പോൾ അതാണ് റിവേഴ്സിബിൾ. സോ ദാറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഈക്വൽ ടു 0 വെൻ ദി പ്രോസസ് ഇസ് റിവേഴ്സിബിൾ. അപ്പം അതാണ് ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ 0. അപ്പോൾ ഇൻ്റഗ്രൽ നടുക്ക് 0 എന്തിനാണെന്നറിയാമല്ലോ, സൈക്ലിക്കാണ്. dq/t ഷുഡ് ബി ലെസ് ദാൻ 0. അപ്പോൾ ഇതാണ് ക്ലോഷ്യസ് ഇനിക്വാളിറ്റി ഓർ ദി സെക്കൻഡ് ലോഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, വേറൊരു ഫോമിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി 49th ക്വസ്റ്റ്യൻ, ഇത് ജസ്റ്റ് മാച്ച് ദി ഫോളോയിങ് ആണ്. വോളിയം എക്സ്പാൻസിവിറ്റി
isothermal compressibility ഉണ്ട്, heat capacity at constant volume and heat capacity at constant pressure. അപ്പോൾ അതിൽ നിന്ന് മാച്ച് ചെയ്താൽ മതി. heat capacity at constant pressure ∂H by ∂T at constant P. അപ്പം B4 വരുന്ന ഒരു കേസേ ഉള്ളൂ. സോ ഓപ്ഷൻ വിൽ ബി ബി. A3 എന്താ ∂U by ∂T at constant volume, heat capacity at constant volume ശരിയാണ്. അടുത്തത് C1 ∂V by ∂T at constant pressure into 1 by V, that is volume expansivity. മറ്റേത് isothermal compressibility കാപ്പ. Okay, so the answer is B. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എസ്റ്റിമേറ്റ് ദി ഫിഗാസിറ്റി ഓഫ് അമോണിയ അറ്റ് 10 bar ഗിവൺ. അപ്പം അമോണിയയുടെ ഫിഗാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിന് ഫിഗാസിറ്റി എസ്റ്റിമേഷൻ യൂസിങ് ജനറൽ ഇക്വേഷൻ എഴുതിയാൽ മതി. ln5 is equal to ln f by p, that is equal to integral z minus 1 by p dp from p is equal to 0 to p. ഓക്കെ, ഇനിയിപ്പം ഇതിൽ വേണ്ടത് ഇസഡിന് ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് തന്നു, p ഇൻറ്റു വി മൈനസ് ബി ഇസ് ഈക്വൽ ടു ആർ ടി, അല്ലെങ്കിൽ പി വി മൈനസ് പി ബി ഇസ് ഈക്വൽ ടു ആർ ടി. ഇനി സെഡ് എന്താ, ഇസഡ് ഇസ് ഈക്വൽ ടു പി വി ഡിവൈഡഡ് ബൈ ആർ ടി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ പി വി ആർ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, പി വി ബൈ ആർ ടി മൈനസ് പി ബി ബൈ ആർ ടി ഇസ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ പി വി ബൈ ആർ ടി ഇസ് ഈക്വൽ ടു 1 പ്ലസ് പി ബി ബൈ ആർ ടി. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് പി ബി ഡിവൈഡഡ് ബൈ ആർ ടി. അപ്പോൾ ഈ സെഡിൻ്റെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇസഡ് മൈനസ് 1 ആണ്. അപ്പം 1 പ്ലസ് പി ബി ഡിവൈഡഡ് ബൈ ആർ ടി മൈനസ് 1 ദി ഹോൾ ഡിവൈഡഡ് ബൈ പി ആണ്. അപ്പോൾ ഇവിടെ -1 വെട്ടിപ്പോവും, പ്രഷറും വെട്ടിപ്പോവും. അപ്പം ln f by p is equal to integral 0 to p ഡിവൈഡഡ് ബൈ ആർ ടി ഡി പി. അപ്പം പി ബൈ ആർ ടി കോൺസ്റ്റൻ്റ് ആണ്, ബാക്കിയുള്ളത് പി മാത്രം. പി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പി തന്നെ, ഡി പി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പി വരും. അപ്പം ln f by p is equal to പി ബി ഡിവൈഡഡ് ബൈ ആർ ടി എന്നാണ് കിട്ടും. അപ്പോൾ ഇതിൽ പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, 10 ബാറാണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു 10⁵ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു പാസ്കൽ. അപ്പം 1 bar ഇസ് ഈക്വൽ ടു 10⁵ പാസ്കലാണ്. ദാറ്റ് ഈസ് ദി കൺവേർഷൻ എല്ലാം അറിഞ്ഞിരിക്കണം. ഇനി ബിയുടെ വാല്യൂവും തന്നിട്ടുണ്ട്, 3.707 ഇൻറ്റു 10⁻⁻5 ഡിവൈഡഡ് ബൈ ആർ ടി. ആർ 8.314, ടെമ്പറേച്ചർ 298 K. അപ്പം 10⁵ 5 വെട്ടിപ്പോയി. ബാക്കിയുള്ളത് സിംപ്ലിഫൈ ചെയ്താൽ ln f by p is equal to 0.015 എന്ന് കിട്ടും, അല്ലെങ്കിൽ f by p will be exponent of 0.015, that is equal to 1.015 എന്ന് കിട്ടും. ഇതെന്താ, f by p ആണ്. പിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10 ബാർ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ f is equal to 10.15 എന്ന് കിട്ടും. അപ്പോൾ 10.15 ഓപ്ഷനിലുണ്ട്. 10.15 bar will be the answer. So this is the tutorial session on thermodynamics. Hope everything is clear. Thank you.